ശിവൻകുട്ടിയുടെ നമ്പറിൽ ഞാൻ വിളിച്ചിരുന്നു. അദ്ദേഹത്തെ വിളിച്ചു? ഞാൻ വിളിച്ചിരുന്നു. എന്താ പറഞ്ഞു അദ്ദേഹം? ഞാൻ വിളിച്ചിട്ട് ചോദിച്ചെന്താന്ന് വെച്ചാൽ, ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കൽ ഞാൻ വരും, ശിവൻകുട്ടിയുടെ മുന്നിൽ വരും. വരും, കാണും. കാരണം എന്താന്ന് വെച്ചാൽ, ഇതുവരെ അനുഭവിച്ചൊന്നും പോരെങ്കിൽ അവരോട് അടങ്ങിയിരിക്കാൻ പറയില്ല, കൂടുതൽ അനുഭവിക്കേണ്ടി വരും. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സ്റ്റാഫ് പറഞ്ഞു, മാഡം തെറ്റുപറ്റിപ്പോയി. ചാനൽ മേധാവിമാരാണ് പറഞ്ഞത്. തെറ്റുപറ്റിപ്പോയി, പക്ഷേ തിരുത്താൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല, അത് പറയരുത്. ടീച്ചറിനെ ഉപദ്രവിച്ച അല്ലെങ്കിൽ വേദനിപ്പിച്ച ഇല്ലാവചനങ്ങൾ പറഞ്ഞ ആൾക്കാരെ ഓരോരുത്തരെയായി പോയി കണ്ടു, അല്ലെങ്കിൽ ഫോണിലൂടെ ബന്ധപ്പെട്ടു, ഇൻക്ലൂഡിങ് സുഗതകുമാരി ടീച്ചർ. മഞ്ജു വാര്യർ എന്തിനാ കണ്ടേ? കഴിഞ്ഞ എപ്പിസോഡിൽ ടീച്ചർ പറഞ്ഞത് മുഴുവൻ ഒരു കഥ എങ്ങനെ ഫാബ്രിക്കേറ്റ് ചെയ്ത് വളരെ ഫലപ്രദമായി ഇവിടുത്തെ സംവിധാനങ്ങൾ ഒരു സ്കൂൾ തകർത്തു എന്നുള്ളതിനെക്കുറിച്ചാണ്. ടീച്ചർ അതിന് സംശയിക്കുന്ന ടീച്ചറുടേതായ കാരണങ്ങൾ, ടീച്ചറുടേതായ നിഗമനങ്ങളും പറഞ്ഞു. ഇതിൽ ഒരു MLA, അദ്ദേഹം ആ സ്ഥലത്തെ ജനപ്രതിനിധി പോലുമല്ല, അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റും അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങളും പറഞ്ഞു. മാധ്യമപ്രവർത്തകരിലേക്ക് വന്നാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നത്. മാധ്യമപ്രവർത്തകർ ഇതിൽ വല്ലാണ്ട് ഒരു ഉത്സാഹം കാണിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അതിൻ്റെ പിന്നിൽ? ടീച്ചർക്ക് എന്ത് പറയാം? മുൻപ് ഈ ഒന്ന് പറഞ്ഞോട്ടെ, ഈ MLA എന്ന് പറയുന്നത് ചൈൽഡ് റൈറ്റ് കമ്മീഷൻ്റെ പേപ്പേഴ്സിലുണ്ട്, റിപ്പോർട്ടിനകത്തുണ്ട്. MLA ആണ്, അതായത് MLA ശിവൻകുട്ടിയാണ് ഇതിൻ്റെ റിപ്പോർട്ട് അവർക്ക് കൊടുത്തത്. ഏത് റിപ്പോർട്ട്? നമ്മുടെ സ്കൂളിൽ ഉണ്ടായ സംഭവങ്ങളെ സംബന്ധിച്ച കംപ്ലൈന്റോ എന്തായിട്ട് അവർക്ക് കൊടുത്തിരിക്കുന്നത് പുള്ളിയാണ്. പരാതി കൊടുത്തത് പരാതിക്കാരൻ അദ്ദേഹമാണ്. ശരി. അതേ ആള് തന്നെ ഹൈക്കോർട്ടിലും കൊടുത്തിരിക്കുന്നു. ഹൈക്കോർട്ടിൽ എന്താണ് അദ്ദേഹം? ഹൈക്കോർട്ടിലും ഇവിടെ കൊടുത്ത പരാതി പോലെ തന്നെ ഹൈക്കോർട്ടിലും അദ്ദേഹം പരാതി കൊടുത്തിട്ടുണ്ടെന്ന് അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ശരി. സ്വാഭാവികമായിട്ട് ഒരു ജനപ്രതിനിധിക്ക് പരാതി കൊടുക്കുന്നതിൽ സാങ്കേതികപരമായി തെറ്റൊന്നുമില്ല, അതിന് കുറ്റം പറയേണ്ട കാര്യമില്ല. പരാതിയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? പരാതിയിൽ ഇതാണ് കൊടുത്തിട്ടുള്ളത്, കുട്ടിയെ കൂട്ടിലിട്ടു, അവിടെ നിർത്തിയിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കണം. അതായത് അദ്ദേഹത്തിന്റെ സംശയങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങളാണ് അതിലുള്ളത്. തെളിവ് എന്തെങ്കിലും അദ്ദേഹം കൈമാറിയോ? തെളിവൊന്നും ഇല്ലല്ലോ, അവർക്ക് തെളിവൊന്നുമില്ല. ആകെ വന്നത് ഫോറൻസിക് റിപ്പോർട്ട്. പിന്നെ വേറൊന്നും കൂടെ ഉണ്ട്, ഇത് 26-ാം തീയതി നടന്നു എന്നാണ് അവർ പറയണേ, ചാനലുകാർ പറയണത്. ഇത് 26-ാം തീയതി നടന്നു, 27-ാം തീയതി കുട്ടി ഏതോ ഫംഗ്ഷനിൽ നിന്നപ്പം കോവളത്താണ് ഈ കുട്ടിയുടെ ഫാമിലി ബേസിക്കലി ഉള്ളത്. അപ്പൊ അവിടെ നിന്ന് ഏതോ ഫംഗ്ഷനിൽ വെച്ച് ഈ കുട്ടി ഇത് വിളിച്ച് പറഞ്ഞു, കളിയാക്കി. അങ്ങനെയാണ് ഇത് ഇവരെ അറിഞ്ഞത്. പിന്നെ അവര് സാറ്റർഡേയും സൺഡേയും ഉണ്ടായിരുന്നു, ഫംഗ്ഷൻ ആയിരുന്നു. കുട്ടി എന്ത് വിളിച്ചു പറഞ്ഞു? ആര് കളിയാക്കി? കുട്ടിയുടെ ചേച്ചി, അതായത് ഈ കണ്ടു എന്ന് പറയുന്ന ഒരേ ഒരു വ്യക്തി ഈ കുട്ടിയുടെ ചേച്ചിയാണ്. സാക്ഷി, ഏക സാക്ഷി. സാക്ഷി നമ്മുടെ മീൻകാരനല്ലേ? അത് പുറത്തുനിന്നുള്ള സാക്ഷി. കുട്ടി പറയേണ്ട അകത്തുള്ള കുട്ടിയുടെ ചേച്ചി മാത്രം സ്കൂളിൽ പറയുന്നുണ്ട്. ഞാൻ കണ്ടു. ചേച്ചി എവിടെ വെച്ചാ ഇത് കണ്ടേ? ചേച്ചി സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ചേച്ചി ഇതേ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അതേ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അതിനകത്ത് ഞാൻ ബാത്റൂമിൽ പോയപ്പം അനിയൻ കൂട്ടിലിരിക്കുന്ന കണ്ടു എന്നാണ് ആ കുട്ടി പറഞ്ഞെന്നാണ്. എന്നിട്ട് ആ കുട്ടി വേറെ ആരോടും പറഞ്ഞിട്ടില്ല. ബാത്റൂമിൽ പോകാൻ ഒരു ചാൻസും ഇല്ല. കാരണം അത് പോട്ടെ, അല്ല കുട്ടി പറയുന്നത് നമ്മൾ മുഖവിലേക്ക് എടുക്കണമല്ലോ. 29-ാം തീയതിയാണ് ഈ ഇഷ്യൂസ് എല്ലാം നടക്കുന്നത്. 26-ാം തീയതി കുട്ടിയെ ഈ പറയുന്നത് പോലെ പട്ടിക്കൂട്ടിൽ ഇട്ടു എന്ന് പറയുന്നു. അന്നേ ദിവസം കുട്ടിയുടെ, അതായത് ബാധിക്കപ്പെട്ട കുട്ടിയുടെ ചേച്ചി ടോയ്ലറ്റിൽ പോകുന്ന വഴിക്ക് അനിയനെ പട്ടിക്കൂട്ടിൽ ഇട്ടിരിക്കുന്നത് കണ്ടു എന്ന് പറയുന്നു. അന്ന് ആ ചേച്ചി ബഹളം ഉണ്ടാക്കിയില്ല, പരാതിപ്പെട്ടില്ല. ചേച്ചി വീട്ടിൽ പോയി സ്വാഭാവികമായിട്ടും പറയണമല്ലോ. അങ്ങനെയാണെങ്കിൽ ആ കുട്ടി ഉറപ്പായും അന്നേ ദിവസം വീട്ടിൽ പോയി അതിൻ്റെ അമ്മയോടും അച്ഛനോടും പറയുമ്പോൾ പിറ്റേ ദിവസം അല്ലെങ്കിൽ അന്നേ ദിവസം തന്നെ അവർ ചോദിക്കാൻ സ്വാഭാവികമായും ടീച്ചറുടെ അടുത്ത് എത്തണം. ആരെങ്കിലും വന്നിരുന്നോ? പിറ്റേ ദിവസം വന്നിരുന്നോ? പിറ്റേന്നും വന്നില്ല, 3 ദിവസത്തേക്കും വന്നില്ല. 3 ദിവസത്തേക്ക് വന്നില്ല എന്ന് മാത്രമല്ല, ഇവരാരെങ്കിലും ഈ കുട്ടികൾ പിറ്റേ ദിവസം സ്കൂളിൽ വന്നിരുന്നോ? സ്കൂളിൽ ഫംഗ്ഷൻ ആയിരുന്നു, അവിടെ കുടുംബ ഫംഗ്ഷൻ ആയതുകൊണ്ട് അങ്ങ് പോയി. ഒരുപക്ഷെ ഈ ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് കുട്ടികളുടെ പ്രശ്നം അഡ്രസ് ചെയ്യാമെന്ന് വിചാരിച്ചായിരിക്കും. ആയിരിക്കാം. പക്ഷെ വന്നത് ഇത്രയും ചാനലുകാരും പോലീസുകാരും. അതായത് 26-ാം തീയതി അനുജനെ കൂട്ടിലിട്ടു എന്ന് ചേച്ചി കണ്ടു. ചേച്ചി സ്വാഭാവികമായി വീട്ടിൽ പോയി പറഞ്ഞു. വീട്ടുകാരതെല്ലാം മനസ്സിലാക്കിയിട്ട് എൻ്റെ മകനെ പട്ടിക്കൂട്ടിലിട്ടു, കുഴപ്പമില്ല, ഒരു 3 ദിവസം കഴിയട്ടെ, കുടുംബ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊരു പ്രശ്നമാക്കാം, അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പറയാം എന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവാം, അല്ലേ? അങ്ങനെ ആയിരിക്കണം. കുട്ടി ഒരുപക്ഷെ വീട്ടിൽ പറഞ്ഞില്ല എന്ന് തന്നെ ഇരിക്കുക, ഒരുപക്ഷെ പേടിച്ചിട്ട് പറഞ്ഞിട്ടില്ല, സാധ്യതയുണ്ട്. പക്ഷെ ചേച്ചി കണ്ട ചേച്ചി പറയേണ്ടതാണ്.
പക്ഷേ ചേച്ചി അതിനെല്ലാം അവരൊരു കഥയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുട്ടി അവിടെ വെച്ച് ഓടിക്കളിച്ചു, തമ്മിൽ വഴക്കുണ്ടാക്കിയ സമയത്ത് പട്ടിക്കുട്ടിന്ന് വിളിച്ചു, അപ്പൊ എന്തുകൊണ്ടാ അങ്ങനെ വിളിച്ചതെന്ന് ചോദിച്ചു. ഇങ്ങനെയൊക്കെയാണ് അവരുടെ കഥകൾ പോയിരിക്കുന്നത്. അതിനെല്ലാം കൃത്യമായ കഥയുണ്ട്. പ്രത്യേകമായിട്ട് നല്ല നല്ല എന്താ പറയുക സ്റ്റോറിയൊക്കെ തയ്യാറാക്കാൻ. ശരി, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ കുട്ടികളെ കൊണ്ട് ആരെങ്കിലും പറയിപ്പിച്ചതായിരിക്കാം, ചിലപ്പോൾ ഒരുപക്ഷെ അവർ തന്നെ പറഞ്ഞതോ എന്തോ ആയിക്കോട്ടെ, അതവിടെ നിൽക്കട്ടെ. ഈ മാധ്യമങ്ങൾ ഭയങ്കരമായൊരു ഉത്സാഹം കാണിച്ചിരുന്നു. ടീച്ചർ തന്നെ പറയുന്നു. ഞാൻ പിന്നീട് അറിഞ്ഞത് എങ്ങനെയാന്ന് വെച്ചാൽ, കോവളത്ത് ഏതോ ഒരു ഹോട്ടലിൽ വെച്ച് എല്ലാ മാധ്യമത്തിനും ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇതിനെ സംബന്ധിച്ച്, വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അതിൽ അവര് അതുകൊണ്ടാണല്ലോ അവർ ഞാൻ അറിയാതെ, ഞങ്ങളുടെ ഏരിയയിലുള്ള ആരും തന്നെ അറിയാതെ താഴത്തെ റോഡിൽ വന്ന് തമ്പടിച്ച് നിൽക്കുകയായിരുന്നു ഈ വിഷയം ഉണ്ടാവുന്ന ദിവസം. അന്ന് ആരെങ്കിലും രഹസ്യമായിട്ടൊരു മാധ്യമ യോഗം സാധ്യത എനിക്ക് തോന്നുന്നില്ല, അറിയില്ല, എനിക്കും അറിയില്ല. ഞാൻ കേട്ട സാധ്യത കുറവായിരിക്കാം. കാരണം അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാധ്യമങ്ങൾ ഇങ്ങനെ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അത് അന്നേരം ബ്രേക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ആദ്യം ബ്രേക്ക് ചെയ്യുക എന്നുള്ളതായിരിക്കും സ്വാഭാവികമായിട്ട്. എത്ര ചാനൽസ് ടോട്ടൽ ഉണ്ടാകും ആ സമയത്ത് 2014 ജനം TV ഇല്ലാന്ന് എനിക്കറിയാം. ജനം TV എന്തായാലും 3-4 ചാനൽസ് എന്തായാലും ഉണ്ട്, വാർത്താ ചാനൽ. അതിലും കൂടുതൽ ചാനൽസ് ഉണ്ടായിരുന്നു, അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ശരി, ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം ഒരു വർഷം ഒന്നുകൂടി ഉണ്ട് എനിക്ക് അതിനകത്ത്. കാരണം ഒരു സ്കൂളിൽ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നോ അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ ആരെങ്കിലും വന്ന് ഇത് അന്വേഷിച്ച് ഇങ്ങനെ ഒരു സംഭവം നടന്നോ ഇല്ലയോ എന്നൊക്കെ അങ്ങനെയാണല്ലോ സാധാരണ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോകുന്നേ. പക്ഷെ ഇത്രയും 4 ദിവസം മുമ്പ് നടന്ന ഒരു സംഭവം എന്നും പറഞ്ഞ് ഇത്രയും ചാനലുകാരെ കൂട്ടി ഈ സ്കൂളിന്റെ ഫ്രണ്ടിൽ വന്ന് ഇത്രയും ബഹളം ഉണ്ടാക്കാനും പെട്ടെന്ന് തന്നെ അതിനെ, അതായത് 29-ാം തീയതി ഇഷ്യൂ നടന്നു. അന്ന് വൈകുന്നേരത്തെ 7 മണിയുടെ ഏഷ്യാനെറ്റ് ന്യൂസിൽ അന്നത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അബ്ദുൾ റബ്ബ് പറയുന്നുണ്ട്, ഞാൻ കോഴിക്കോടായിരുന്നു, 5 മണിക്കാണ് ഞാനിത് അറിഞ്ഞത്, അന്വേഷിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. ഇത് രാവിലെയാണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത്, വൈകുന്നേരം 5 മണി വരെയും മന്ത്രി ഇതൊന്നും അറിഞ്ഞില്ല. മന്ത്രി ചാനൽ കാണത്തില്ലായിരിക്കും. പിന്നെ പിറ്റേ ദിവസം ചൈൽഡ് റൈറ്റ് കമ്മീഷൻ പറയുന്നുണ്ട് 30-ാം തീയതി 30/9 ശിവൻകുട്ടി ഇതിൻ്റെ ഉള്ള കംപ്ലൈന്റ് അവർക്ക് കൊടുത്തു 30-ാം തീയതി. എന്തായാലും 30-ാം തീയതി 10 മണിയാകുമ്പോഴേ ഒരു ഓഫീസ് തുറക്കുള്ളല്ലോ. പക്ഷെ 10 മണി ആയപ്പോഴത്തേക്ക് ഈ ശിവൻകുട്ടി പോലും അവിടെ ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നതിന് മുൻപ് തന്നെ 10:15 നമ്മുടെ സ്കൂളിൻ്റെ അവിടെ ഈ വിദ്യാഭ്യാസ വകുപ്പിലിരുന്ന അസിസ്റ്റന്റ് DPI L രാജൻ ക്ലോഷർ ഓർഡർ ഒട്ടിച്ചു. സ്കൂള് പൂട്ടി. 29-ാം തീയതി നടന്ന സംഭവം വിദ്യാഭ്യാസ വകുപ്പ് വൈകുന്നേരത്തെ അന്വേഷണം പറഞ്ഞിരിക്കുന്നു. പിറ്റേ ദിവസം രാവിലെയാണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള നിയമം MLA ശിവൻകുട്ടി പോലും, അതായത് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി പോലും പരാതി കൊടുക്കണം. പക്ഷെ ആ സമയത്ത് 30-ാം തീയതി രാവിലെ 10:15 നോട്ടീസ് ഒട്ടിച്ചു. അതായത് മന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനകത്ത് വെച്ച് അന്വേഷണം പൂർത്തിയാക്കി, താങ്കൾ അല്ലെങ്കിൽ താങ്കളുടെ സ്ഥാപനത്തിൽ എന്തോ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടെന്ന് കണ്ടെത്തി തെളിവ് സഹിതം സ്ഥാപിക്കപ്പെട്ടവർ നോട്ടീസ് ഇട്ടു. ഏതെങ്കിലും ഓഫീസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ടീച്ചറെ വിളിക്കുകയോ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇന്നുവരെ ചോദിച്ചിട്ടില്ല. അപ്പോൾ അവർ ഇതെല്ലാം ഏകപക്ഷീയമായിട്ട് കണ്ടെത്തുകയായിരുന്നു. അപ്പോൾ ഈ മാധ്യമങ്ങളെല്ലാവരും കുട്ടിയെ പട്ടിക്കൂട്ടിലിട്ടു, ഈ സ്കൂളിൽ ഇങ്ങനെ ഒരു ഹീനകൃത്യം ചെയ്തു, കേരള സമൂഹത്തിന് നാണക്കേടാണ്, ലജ്ജാവഹമാണ് എന്ന് പറഞ്ഞ വാർത്തകൾ ലൈവായിട്ട് എയർ ചെയ്തത് ഞാനും കണ്ടതാണ്. അവരാരെങ്കിലും ടീച്ചറിനെ പിന്നീട് കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഒരാഴ്ചക്കുള്ളിൽ ഈ ചാനലുകാരിലെ മെയിനായിട്ട് അന്ന് റിപ്പോർട്ട് ചെയ്ത ആൾക്കാരെ ഒക്കെ വന്ന് എന്നെ പേഴ്സണലി വന്ന് ഞാൻ താമസിക്കുന്ന വീട്ടിൽ വന്ന് ഇതിൻ്റെ സത്യാവസ്ഥ കംപ്ലീറ്റ്, അതായത് എൻ്റെ വെർഷൻ മൊത്തം അവർ ഷൂട്ട് ചെയ്തുകൊണ്ട് പോയി. പക്ഷേ ഒന്നുപോലും പുറത്തു വന്നതായിട്ട് ഞാൻ കണ്ടില്ല. അത് പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പം അത് ചില മിനിസ്റ്റേഴ്സ് പറഞ്ഞു വിട്ട് സത്യം അറിയാൻ വേണ്ടി ചോദിച്ചതാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അതിലൊരു വിശ്വാസ്യതയുടെ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നു. ഒരു മന്ത്രി അങ്ങനെ പറഞ്ഞു വിടുമോ എന്ന് എനിക്കറിയില്ല. മേ ബി ചിലപ്പോൾ CPM സംവിധാനമാണ്, ഇപ്പോൾ CPM ഭരിക്കുന്ന ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ കൈരളി ചാനലുകാർ വന്നാൽ ഓക്കെ ഫൈൻ, അല്ലെങ്കിൽ ദേശാഭിമാനിയുടെ റിപ്പോർട്ടർ വന്നു കഴിഞ്ഞാൽ അവരുടെ പാർട്ടി മുഖപത്രം എന്നുള്ള രീതിയിലൊക്കെ അവർക്ക് വരാം. പക്ഷേ മറ്റ് ചാനലുകൾ ഉപയോഗിക്കുന്നത് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ടീച്ചറിനെ പ്രതിസ്ഥാനത്ത് നിർത്തി മാധ്യമ വിചാരണ നടത്തിയ മാധ്യമപ്രവർത്തകരിൽ പലരും തെറ്റാണെന്ന് മനസ്സിലായി. ടീച്ചർ പേഴ്സണലി വന്ന് കണ്ട് മാപ്പ് പറഞ്ഞു എന്നാണോ ടീച്ചർ പറയുന്നത്? തീർച്ചയായിട്ടും അതിന്റെ റിപ്പോർട്ടേഴ്സ് തന്നെ കണ്ടു, ഞാൻ എല്ലാ ചീഫിനെയും കണ്ടു. എന്നിട്ട് ടീച്ചർ ഈ ചീഫുമാരെ കണ്ടതിന് ശേഷമാണോ ഇവർ ഇങ്ങോട്ട് വന്നത്? അല്ലല്ല, അതിനു മുമ്പേ അവർ വന്നു.
അതായത് ആദ്യം വന്ന് ഇങ്ങോട്ട് വന്ന് മാപ്പ് പറഞ്ഞു, വന്നു പക്ഷെ ഒരു വാക്ക് പോലും ടീച്ചറുടേതായി തിരുത്തി ഞാൻ കൊടുത്തില്ല. ഓരോ ചാനലിലും പോയി നേരിട്ട് ചീഫിനെ കണ്ടപ്പോഴും എന്നോട് പറഞ്ഞത്, അന്ന് എൻ്റെ ഫേസൊക്കെ അവർക്ക് അറിയാമല്ലോ, ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ചെല്ലുമ്പോഴേ പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ മാഡം തെറ്റുപറ്റിപ്പോയി. ചാനൽ മേധാവിമാരാണ് പറഞ്ഞത് തെറ്റുപറ്റിപ്പോയി, പക്ഷേ തിരുത്താൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല, അത് പറയരുത്, ഉപദ്രവിക്കരുത്, ജീവിതമാണ് അപ്പൊ എന്നാരെങ്കിലും ഞാൻ ചോദിച്ചു, അതിൽ ഒന്ന് രണ്ട് പേരോട് ഞാൻ ചോദിച്ചു, സാറേ ഇതാണോ പത്രധർമ്മം? നിങ്ങൾ വിട്ടുപോയി, പക്ഷെ സത്യമാണെന്ന് അവർ നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അത് ഞങ്ങൾ എല്ലാ ചാനലും കൂടെ തീരുമാനിച്ചാലേ അങ്ങനെ ഒരു പറയാൻ പറ്റൂ എന്ന് ഒരു മാധ്യമ മുതലാളി അല്ലെങ്കിൽ മാധ്യമത്തിലെ ഒന്നല്ല, ഒന്ന് രണ്ട് പേര്. കാരണം എനിക്ക് തോന്നുന്നു ഒരിടത്ത് ചെല്ലുമ്പോൾ അവരും ന്യൂസ് കൊടുക്കുന്നുണ്ട്, അപ്പുറത്തേക്ക് ഇവര് വരൂ എന്നുള്ളത് ന്യൂസ് കൊടുക്കുന്നുണ്ട്. എല്ലാവരും കൂടെ ചേർന്നത് മുക്കി. എല്ലാവരും കൂടെ അത് അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ അറ്റ്ലീസ്റ്റ് അതൊക്കെ പോട്ടെ, അവർ ഇന്നലെ പറഞ്ഞ ന്യൂസ് ഇന്ന് അവർക്ക് തിരുത്താനൊന്നും പറ്റില്ലായിരിക്കാം. പക്ഷേ ഈ റിസൾട്ട് വന്നപ്പം, ഫോറൻസിക് റിസൾട്ട് ഒരു വർഷത്തിന് ശേഷം വന്നപ്പോൾ ഇവർക്ക് അത് ഇങ്ങനെയാണ് വന്നതെന്നെങ്കിൽ ഇവർക്ക് പറയാം. ദീപിക എന്ന് പറയുന്ന ഒരു പത്രം മാത്രം വളരെ ചെറിയ ഒരു ന്യൂസായിട്ട് ടീച്ചർ രക്ഷപ്പെട്ടു എന്നൊരു ചെറിയ കോളത്തിൽ എൻ്റെ പടവും വെച്ച് അവരിട്ടിട്ടുണ്ട്. ടീച്ചർ രക്ഷപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർ എന്തോ ഒരു കുറ്റകൃത്യം ചെയ്തു, അതിൽ എന്തൊക്കെ മാനിപ്പുലേഷൻ നടന്നപ്പോൾ തൽക്കാലത്തേക്ക് ടീച്ചർ രക്ഷപ്പെട്ടു എന്നുള്ള ധ്വനിയാണോ? അറിയില്ല. പത്രങ്ങളുടെ ഒരു സമീപനം എന്തായിരുന്നു? പത്രക്കാരും വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, പലരും പല വിധത്തിൽ അവരവരുടേതായിട്ടുള്ള കഥകൾ മെനഞ്ഞ് പലതും എഴുതുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പറയണ പോലെ അന്നത്തെ സമയത്ത് ഞാനിതൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് എല്ലാം ഡേറ്റ് ഇട്ട് കുറിച്ച് എഴുതിയും കട്ട് ചെയ്തും എല്ലാം വെക്കുന്നുണ്ടായിരുന്നു. ടീച്ചർ ഇത് ശരിക്കും പറഞ്ഞാൽ നട്ടാൽ കുരുക്കാത്തൊരു കഥ ആരോ ഫാബ്രിക്കേറ്റ് ചെയ്തു, അവർക്ക് താല്പര്യങ്ങളുണ്ട്, അവർ ഒരു അജണ്ട നടപ്പാക്കി, സ്കൂൾ പൂട്ടി, ടീച്ചറിൻ്റെ ജീവിതം ഇല്ലാണ്ടായി, അല്ലെങ്കിൽ ടീച്ചറിനെ കേരള സമൂഹം മുഴുവൻ വെറുക്കപ്പെടുന്ന ഒരു വ്യക്തിയായി മാധ്യമങ്ങൾ കുറേയധികം ദിവസങ്ങൾ ഘോഷിച്ചു. ടീച്ചറിൻ്റെ ജീവിതം മാറ്റിവെക്കുക, 125ഓളം കുട്ടികളെ റോഡിൽ ഇറക്കി വിട്ടത് ഈ ചൈൽഡ് റൈറ്റ് കമ്മീഷൻ എന്തുകൊണ്ട് അന്ന് തടഞ്ഞില്ല? കാരണം ഇത്രയും കുഞ്ഞു കുട്ടികളെ, 3 വയസ്സൊട്ടുള്ള കുട്ടികളെ ഒരു സ്കൂളിൽ വന്നിട്ട്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവിടെ സ്പെഷ്യൽ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു കുമാർ എന്ന് പറയുന്ന ഒരു സാറിൻ്റെ ഒരു ഇതെനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഈ സ്കൂൾ ഇയർ ഹാഫ് ഇയർലി ആയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് ഈ വർഷം കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കണം എന്നുള്ള ഒരു ഇതിൽ സാറിൻ്റെ ഒരു ലെറ്റർ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ചെയ്യാതെ ആ നിന്ന നിപ്പിൽ ആ കുട്ടികളെ അത്രയും റോഡിലിറക്കി വിടുകയല്ലേ ചെയ്തേ. അതിന് ഒരു ബാലാവകാശ കമ്മീഷൻ. പിന്നെ വേറൊന്നുണ്ട്, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ നേരത്തെ ഞാൻ പറഞ്ഞു, പാങ്ങോട് ഫിഷ് മാർക്കറ്റിൽ ഉള്ള 3 വ്യക്തികളാണ് അതിനകത്ത് മെയിനായിട്ട് നിന്നത്. എൻ്റെ കുട്ടികളുടെ ബന്ധുക്കളായിട്ട്. ഇതിൽ വേറൊരു കാര്യം, ഒരു പൊരുത്തക്കേടായിട്ട് എനിക്ക് തോന്നിയത്, ഇതേക്കുറിച്ച് അന്വേഷിച്ച് പോകുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ കുട്ടി ഇവരൊക്കെ സാമ്പത്തികമായി വളരെ പിന്നാക്കം നിൽക്കുന്ന, അല്ലെങ്കിൽ അത്ര കണ്ട് മെച്ചപ്പെട്ട ഒരു ഭൗതിക സാഹചര്യങ്ങളൊന്നും ഉള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നവരല്ല. പക്ഷേ ഈ സംഭവം സംഭവിച്ചതിന് ശേഷം ഇവരിൽ പലരുടെയും ലൈഫ് സ്റ്റൈൽ മാറിയതായിട്ട്, അതായത് നടന്നു പോകുന്നവൻ പെട്ടെന്ന് സ്കൂട്ടറിൽ പോകുന്നവൻ ആപ്പിളിന്റെ ഐഫോൺ ഉപയോഗിക്കുന്നു, വീടുകളിൽ ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കിട്ടിയിരിക്കുന്നു. ടീച്ചർ അന്വേഷിച്ചായിരുന്നു ഇതേക്കുറിച്ച്? ഇത് ഞാൻ പേഴ്സണലി ഞാനൊരു പത്രത്തിലായിരുന്നു അന്ന്. ആ പത്രത്തിന്റെ ഭാഗമായി നമ്മുടെ പ്രാദേശിക ലേഖകന്മാർ കുറച്ചുകൂടെ ഇൻഡെപ്ത് അന്വേഷിക്കുമല്ലോ. പ്രാദേശിക ലോക്കൽ ലെവലിൽ ഇറങ്ങിപ്പോയി അന്വേഷിച്ചപ്പോൾ മനസ്സിലായ കാര്യം, ചിലരൊക്കെ സ്കൂട്ടർ വാങ്ങി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതൊക്കെ ശരിയാണോ? കേട്ട കാര്യങ്ങൾ ശരിയാണോ? ഞാൻ അറിഞ്ഞിടത്തോളം ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പ്രദേശത്ത് ഇപ്പൊ ടീച്ചറിനെ കേരള സമൂഹം മുഴുവൻ യു ആർ ദ വില്ലൻ. ഞാൻ പിന്നെ ഒന്നുകൂടെ ചെയ്തിരുന്നു, ഒരാഴ്ചക്കുള്ളിൽ ഞാൻ ഈ ശിവൻകുട്ടിയുടെ നമ്പറിൽ ഞാൻ വിളിച്ചിരുന്നു. അദ്ദേഹത്തെ വിളിച്ചു? ഞാൻ വിളിച്ചിരുന്നു. എന്താ പറഞ്ഞു അദ്ദേഹം? ഞാൻ വിളിച്ചിട്ട് ചോദിച്ചത് എന്താന്ന് വെച്ചാൽ, ഫോൺ ചെയ്തപ്പോൾ ചോദിച്ചു നിങ്ങൾ ആരാന്നാണ് ചോദിച്ചത്. നിങ്ങൾ ആരാണ് വിളിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച വന്ന് തകർത്തിട്ട് പോയില്ലേ ഒരു സ്കൂള്, അതിന്റെ പ്രിൻസിപ്പളാണ് വിളിക്കുന്നത്. എന്തായിരുന്നു പ്രതികരണം? അണ്ണ ചോദിച്ചു, അത് നിങ്ങൾ എന്തുകൊണ്ട് ഒരാഴ്ചയായില്ലേ, നിങ്ങൾ എന്തുകൊണ്ട് കാണാൻ വന്നില്ല? MLA കാണാൻ പോയില്ല? ആണല്ലോ ഇതിനെതിരെ. വട്ടിയൂർക്കാവ് നടന്ന കാര്യത്തിന് നിയമം ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ തിരിച്ചു ചോദിച്ചു. ഞങ്ങളുടെ MLA മുരളീധരനായിരുന്നു. മുരളീധരൻ ഇതിനകത്ത് വന്ന് ഇടപെട്ടില്ല, ഒന്നും ചെയ്തില്ല. ഞാൻ പിന്നെ എന്തിനാണ് നിങ്ങളെ കാണാൻ വരേണ്ട ആവശ്യം എനിക്കെന്താ? എനിക്ക് ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കൽ ഞാൻ വരും, ശിവൻകുട്ടിയുടെ മുന്നിൽ വരും, കാണും. കാരണം എന്താന്ന് വെച്ചാൽ എന്തിനിത് ചെയ്തു എന്നുള്ളത്. അത് ഞാൻ അസിസ്റ്റന്റ് കളക്ടറെ അടുത്ത് ഞാൻ ചോദിച്ച കാര്യമാണ്. സാർ എന്തിനിത് ചെയ്തത്? സാറ് ഇതിൻ്റെ ചിലപ്പം വർഷങ്ങൾ കഴിയും ഇതിൻ്റെ ഒരു കോടതി വിധി വരാൻ. ആ സമയത്ത് സാറ് വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലായിരിക്കും ചിലപ്പം വർക്ക് ചെയ്യണേ.
എന്തിന് സാർ ഇത്രയും ആൾക്കാരെയും കൂട്ടി എൻ്റെ മുന്നിൽ വന്ന് ഈ ചെറിയ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ വന്നു ഇത്രയും പ്രശ്നം ഉണ്ടാക്കി? സാറ് വന്നു എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സാറിന് വന്നേ പറ്റുമല്ലോ, അവിടെ ഇത്രയും ബഹളം ഉണ്ടാവും. അല്ല, ഇനി അഥവാ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും അതിൽ ബാധിക്കപ്പെട്ട കുട്ടികളെ സംരക്ഷിച്ചുകൊണ്ട് ആ കുറ്റം ചെയ്തവരെ ശിക്ഷിക്കുക, അതാണ് ചെയ്യേണ്ടിയിരുന്നത്. നാട്ടു നടപ്പെന്ന് പറയുന്നത് അതാണ്. അത് ഉണ്ടാകാതിരിക്കുന്നതിന്റെ കാരണം there is an agenda. അതാണ് ഈ ടീച്ചറുടെ വിശ്വാസം. പക്ഷെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ കുട്ടികളുടെ ബന്ധുക്കളുടെ അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്ന ആൾക്കാരുടെ ജീവിത സാഹചര്യങ്ങൾ മാറിയ കാര്യം ടീച്ചർ പറഞ്ഞായിരുന്നു. അതോടൊപ്പം തന്നെ എന്താ പറയുക, ഈ പറയുന്ന MLA കാണിച്ച അമിതമായ താല്പര്യം പറഞ്ഞായിരുന്നു. പക്ഷെ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ, ഞാൻ അന്വേഷിച്ചിടത്തോളം, ശരിയാണോ എന്ന് എനിക്കറിയില്ല, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഒരു പ്രത്യേക സമുദായത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ താല്പര്യമാണ് സംരക്ഷിക്കപ്പെട്ടത് എന്ന തരത്തിൽ ചില സൂചനകൾ ലഭിക്കും. തീർച്ചയായിട്ടും അത് പറയാൻ പറ്റുമല്ലോ. കാരണം ആ സമയത്തുണ്ടായ ഒരു ഇലക്ഷൻ സമയത്ത് പോലും ആ സമുദായത്തിന്റെ എന്താ പറയണേ, പ്രാർത്ഥനകളിലും കാര്യങ്ങളിലും ഒക്കെ ഇടവിട്ട് നമ്മുടെ ഈ ശിവൻകുട്ടി ഉണ്ടായിരുന്നു എന്നുള്ള വീഡിയോ ഒരു പുറത്തു. ഇലക്ഷൻ സമയമാകുമ്പോൾ അത് ഇതിന്റെ കൂടെ കൂട്ടി വായിക്കണോ ടീച്ചർ? കാരണം ഇലക്ഷൻ സമയമാകുമ്പോൾ എല്ലാ സ്ഥാനാർത്ഥികളും അന്നേരം എത്ര നിരീശ്വരവാദം പറയുന്ന ആളായാലും ഈശ്വരവിശ്വാസി ആയാലും അല്ലെങ്കിലും അവരൊക്കെ എല്ലാ സഭകളിലും പോകും, പ്രാർത്ഥിക്കും. അതിന് ഇതുമായി കൂട്ടിക്കഴിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ എന്തോ അങ്ങനെ ഒരു ലോബിയും കേൾക്കുന്നു. ഉണ്ട്, തീർച്ചയായിട്ടും കാണണം. ഇല്ലെങ്കിൽ ഒരു പരിചയവും ഇല്ലാതെ അല്ല എന്താണ് ടീച്ചറെ സ്കൂളിൽ സംഭവിച്ചത്, അങ്ങനെ ഒന്നും ഉണ്ടായോ എന്ന് ചോദിക്കേണ്ട ഒരു വ്യക്തിത്വം എന്നെ കണ്ടതും സ്കൂള് തുറക്കാനെന്നും പറഞ്ഞ് ഇവിടെ വരണ്ട എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഡെസ്കിൽ അടിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു കാര്യം ഉണ്ടാവും. ഞാൻ അന്നത്തെ കമ്മീഷണറായിട്ടുള്ള വെങ്കടേഷ് സാറിനെ ഞാൻ പോയി കണ്ടു. റിസൾട്ട് വന്ന സമയത്ത് ഞാൻ ഇതിന്റെ ഒരു കോപ്പി ഞങ്ങൾ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്തിരുന്നു ഫോറൻസിക്കില്. അപ്പൊ ആ സമയത്ത് നമ്മൾ പ്രതിയാണ്, തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോസ്റ്റ് ഓഫീസ് വഴി ഒരു രജിസ്റ്റേർഡ് ലെറ്റർ അവർക്ക് പോസ്റ്റ് ചെയ്തത് കൊണ്ടാവാം ഇത് 31/7 ഈ റിസൾട്ട് വന്നെങ്കിലും പിന്നെ 2 മാസം കൂടെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ കയ്യിൽ അത് എത്തിയത്. ആ സമയത്ത് ഞാൻ അതിന്റെ ഒരു കോപ്പി എടുത്ത് സാറിന്റെ അടുത്ത് പോയി, വെങ്കടേഷ് സാറിന്റെ അടുത്ത് പോയി. ആണ്. അപ്പൊ ഞാൻ സാറിനോട് ചോദിച്ചു, സാറിന്റെ മുമ്പിലും വന്നിരുന്ന് ഈ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ പറയിച്ചോ എന്ന് ചോദിച്ചപ്പം സാറ് പറഞ്ഞു അതെങ്ങനെ ഓരോ കാര്യങ്ങളാണ് വന്നു, സംഭവങ്ങളൊക്കെ പറഞ്ഞു. സാറിനോട് മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞു സാറേ ഫോറൻസിക് റിസൾട്ട് വന്നു, അതിൻ്റെ ഒരു കോപ്പി താണ്ടെന്ന് പറഞ്ഞ് ഞാൻ സാറിന് കൊടുക്കുമ്പോൾ സാറിൻ്റെ ടേബിളിൽ വേണ്ട, എൻ്റെ ടേബിളിൽ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് സാറിൻ്റെ ടേബിളിൽ അതിരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുണ്ട്. പിന്നെ വേറൊന്നെന്ന് പറയണത്, ഇത് തുടങ്ങിയ സമയം തൊട്ട് നമ്മുടെ കൗൺസിലർ കസ്തൂരിയോടൊപ്പം നിന്ന് ഫൈറ്റ് ചെയ്തത്, അതായത് സ്ഥാപിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടത് നമ്മുടെ ചൈൽഡ് ലൈനിൽ, അതായത് തമ്പാനൂരാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ചൈൽഡ് ലൈനിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ്, പേര് രതീഷ്. പുള്ളിക്കായിരുന്നു ഇത് നടന്നു എന്ന് സ്ഥാപിക്കാൻ ഭയങ്കരമായിട്ടുള്ള ഒരു വ്യഗ്രത അവിടെ കണ്ടത്. പക്ഷേ ഈ പുള്ളിയെ പിന്നീട് ഒരു 1.5-2 വർഷം കഴിഞ്ഞപ്പം ഞാൻ അമൃത TV-യുടെ കഥയെഴുതി ജീവിതം എന്ന് പറയുന്ന ചാനലിൽ ഇദ്ദേഹം ചൈൽഡ് ലൈനിൽ നിന്ന് ഒരു കുട്ടിയെ വിൽക്കാൻ ശ്രമിച്ചതിൻ്റെ കേസിൽ പിടിച്ച് ആ ഒരു പ്രോഗ്രാമിൽ ഞാൻ കണ്ടു. അന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ അമൃത TV-യിൽ പോയിട്ട് പറഞ്ഞു ഈ കേസിന് പിന്നിലും ഈ വ്യക്തിയാണെന്ന് പറയാൻ വേണ്ടി പോയി. അപ്പോൾ അവർ പറഞ്ഞു അതിങ്ങനെ പുള്ളി അവർക്ക് തന്നെ പിടി കൊടുക്കുന്നില്ല. 1-2 എപ്പിസോഡൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി മുങ്ങി, പിന്നെ കിട്ടണില്ല. പിന്നെ അതിന്റെ കൂടെ നമുക്ക് ഇതും കൂടെ മിക്സ് ചെയ്യാൻ പറ്റും. കുട്ടികളുടെ അവകാശം സംരക്ഷിക്കാനായിട്ട് മുന്നിൽ ഇറങ്ങിയ ഉദ്യോഗസ്ഥൻ കുട്ടികളെ കച്ചവടം ചെയ്ത കേസിൽ പ്രതിയായി, അല്ലെങ്കിൽ അതിൽ ആരോപണ വിധേയനായി. അന്ന് നമ്മുടെ ഉമ്മൻചാണ്ടി ആയിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി. ഉമ്മൻചാണ്ടിയെ പേരൻസ് ഒക്കെ പോയി കാണുന്നുണ്ടായിരുന്നു. കണ്ടിട്ട് സാറ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അബ്ദുൾ റബ്ബും കൂടെ ഇത് 2ാമത് റീഓപ്പൺ ചെയ്യാനുള്ള പേപ്പർ തന്നു. 16-ാം തീയതി, ഒക്ടോബർ 16-ാം തീയതി ഇത് റീഓപ്പൺ കിട്ടി ചെയ്തു. പക്ഷെ അതിനു മുൻപ് ഒരു നാടകം ഈ DPIയിൽ നടന്നു. എന്താണത്? അതായത് അബ്ദുൾ റബ്ബിനെ ഞാൻ പോയി കണ്ട് സാറ് പേപ്പർ ഇത് തരാം എന്നുള്ള ഒരു ഇത് വന്നപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് ചെന്നു. സാറിൻ്റെ അടുത്ത് പറഞ്ഞ് DPIയിൽ പോയി പേപ്പർ വാങ്ങിച്ചോളാൻ പറഞ്ഞു. പേപ്പർ വാങ്ങിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ പറയുന്ന അസിസ്റ്റന്റ് DPIയുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്. പേരെഴുതിയാണല്ലോ വണ്ടി അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ചെന്ന് സാറിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു സാർ ഇവിടെ ഇല്ല.
സാർ അവിടെ ഉണ്ടായിരുന്നു, സാറിന്റെ വണ്ടി അവിടെ കിടപ്പുണ്ടായിരുന്നു. ഔദ്യോഗിക വാഹനം അവിടെ ഉണ്ട്, അദ്ദേഹം ലീവാണെങ്കിലും ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അവിടുത്തെ ഒരു ക്ലർക്ക് എന്ന് പറയുന്നത് ദിനേശ് എന്ന് പറയുന്ന ഒരാൾ ഒരു പേപ്പർ എടുത്ത് എൻ്റെ മുമ്പിൽ ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ ഒരു കൈ കൊണ്ട് കമിഴ്ത്തി പിടിച്ചിട്ട് എന്നോട് പറഞ്ഞ് സൈൻ ചെയ്യാം. അപ്പം എൻ്റെ കൂടെ കുറച്ച് പേരൻസ് നിൽപ്പുണ്ട്, കുട്ടികളുടെ പേരൻസ്. അപ്പം ഞാൻ പറഞ്ഞു ഇത് വായിക്കാതെ ഞാൻ സൈൻ ചെയ്യില്ല. പേപ്പർ പൊത്തി വെച്ചിരിക്കുക. എന്നോട് പറഞ്ഞ് സൈൻ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വായിക്കാതെ ഞാൻ സൈൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. പുള്ളി കൈ മാറ്റാതെ അങ്ങനെയും നിന്നു. അപ്പം ഞാൻ പറഞ്ഞു കൈ ഒന്ന് മാറ്റി, ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടെ, സാറിൻ്റെ കയ്യിൽ വെച്ചോ പേപ്പർ, ഞാനൊന്ന് ജസ്റ്റ് നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞു. അത് മാറ്റിയില്ല. അപ്പം പേരൻസ് എൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു നിങ്ങൾക്കിത് വേണോ വേണ്ടയോ? ഈ ആളെന്നോട് ചോദിക്കുകയാണ്, ഈ മനുഷ്യൻ എൻ്റെ അടുത്ത് ചോദിക്കണം നിങ്ങൾക്കിത് വേണോ വേണ്ടയോ? വേണമെങ്കിൽ സൈൻ ചെയ്തുകൊണ്ട് വാങ്ങിച്ചുകൊണ്ടോ, വേണ്ടെങ്കിൽ നിങ്ങൾ പോകും. അന്നേരം പേരൻസ് എന്നെ ഇങ്ങോട്ട് വിളിച്ച് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു ടീച്ചറെ അത് നമുക്ക് തരാനുള്ള ഓർഡർ അല്ലേ, അപ്പം നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കാതിരുന്നിട്ട് പിന്നെ നമുക്കത് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കാത്തതുകൊണ്ട് കൊടുക്കാനുള്ളതാണല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കെന്തോ അതിനകത്ത് വിശ്വാസം ഇല്ല ടീച്ചർ ചെയ്യുമെന്ന് പറഞ്ഞു, ഞങ്ങളും കൂടെ ഉണ്ടല്ലോ ഇവിടെ എന്ന് പറഞ്ഞു. ഞാൻ സൈൻ ചെയ്തു. വാങ്ങിച്ചപ്പോൾ ആ നേരത്തെ ഉണ്ടായിരുന്ന ക്ലോഷർ ഓർഡർ ഉണ്ടല്ലോ, ആ ഓർഡർ ഒന്നും കൂടി ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഒരു കോപ്പി എടുത്ത് വെച്ചിട്ട് അതിനകത്താണ് എന്നെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചത്. ഞാനിത് കണ്ടിട്ട് അതായത് മന്ത്രി സ്കൂൾ തുറക്കാനുള്ള ഉത്തരവ് പോയി വാങ്ങാൻ പറയുമ്പോ അത് വാങ്ങാനായിട്ട് ബന്ധപ്പെട്ട ഓഫീസിൽ വരുമ്പോൾ സ്കൂൾ പൂട്ടിയ ഉത്തരവിൽ ആണ് എനിക്ക് തന്നത്. ഞാൻ അതും കൊണ്ട് വേഗം തിരിച്ച് അബ്ദുൾ റബ്ബിനെ കാണാൻ വേണ്ടിയിട്ട് പോയി കണ്ടിട്ട് ഞാൻ പറഞ്ഞു സാറ് പറഞ്ഞിട്ടിട്ടല്ലേ ഞാൻ ഓർഡർ വാങ്ങാൻ പോയി, എനിക്ക് കിട്ടിയ ഓർഡർ ഇതാ. അപ്പോൾ സാറ് പറഞ്ഞു വെയിറ്റ് ചെയ്യേ, ആ അനക്സിൽ നിന്ന് തന്നെ, അതായത് സാറ് അവിടെ നിന്ന് തന്നെ അവിടെ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ നിന്ന് തന്നെ ഓർഡർ സ്കൂൾ റീഓപ്പൺ ചെയ്യാനുള്ള ഓർഡർ മന്ത്രി ഓഫീസിൽ വിളിച്ചു വരുത്തി. ഇത് വളരെ കൗതുകരമായി തോന്നിയ ഒരു കാര്യം. മന്ത്രി ഒരു ദിവസം വൈകുന്നേരം 5:30, രാവിലെ 10:00 നടന്ന സംഭവമാണ്, മന്ത്രി അറിയുന്നത് വൈകുന്നേരം 5:30 പറയുന്നു. ഓക്കെ ഫൈൻ, അത് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്, അത് വിശ്വസിക്കാം, മന്ത്രിയല്ലേ. 5:30 അദ്ദേഹം അന്വേഷണത്തിന് ഉത്തരവിടുന്നു എന്ന് പറയുന്നു. പിറ്റേ ദിവസം 10:15 അന്നത്തെ ആ സ്ഥലം MLA പോലും അല്ലാത്ത വി ശിവൻകുട്ടി ബാലാവകാശ കമ്മീഷനിൽ ഒരു പരാതി കൊടുക്കുന്നു. ആ പരാതി കൊടുക്കുന്നതിന് 15 മിനിറ്റ് മുൻപ് തന്നെ സ്കൂൾ പൂട്ടാനുള്ള ഉത്തരവ് അവിടെ കൊണ്ടുവന്ന് പതിപ്പിക്കുന്നു. ഇതല്ലേ സംഭവിച്ചത്? അതായത് ഇതെല്ലാം വളരെ ഫാസ്റ്റ് ആയിട്ട് നടന്നു. അത് കഴിഞ്ഞ് മന്ത്രി മാസങ്ങൾക്ക് ശേഷം മന്ത്രി ഇത് ഉത്തരവ് ഒക്ടോബർ 16 രണ്ടാഴ്ചക്ക് ശേഷം സെപ്റ്റംബർ ഒക്ടോബർ അപ്പൊ ആഴ്ചകൾക്ക് ശേഷം രണ്ടാഴ്ചക്ക് ശേഷം ഇത് റീഓപ്പൺ ചെയ്യാനായിട്ട് മന്ത്രി പറയുന്നു, നിർദ്ദേശിക്കുന്നു, ഓഫീസിൽ ചെല്ലുന്നു, ഉത്തരവ് വാങ്ങുമ്പോൾ വീണ്ടും പഴയ കഥ. മന്ത്രിയെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചു. ഇവരെല്ലാവരും ഒരു പ്രത്യേക സമുദായത്തിന്റെ ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ നിഷേധിക്കുമോ? തീർച്ചയായിട്ടും. അത് മാത്രമല്ല വേറെ ഒരു സ്കൂളുകാരുണ്ട്, അവര് ഞങ്ങൾക്ക് ഒരു ലെറ്റർ വരെ കൊണ്ടു തന്നിട്ടുണ്ട്. ടീച്ചർ ഇത്രയും കുട്ടികളെയും ഈ ടീച്ചേഴ്സിനെയുമായിട്ട് ഞങ്ങളുടെ അവിടെ വരിക. അത് ബ്രിട്ടീഷുകാരുടെ ഇവർക്ക് വേണ്ടിയിട്ടാണോ നേരത്തെ ഒരു മാധ്യമ പ്രവർത്തകൻ വിളിച്ചിരുന്നു പറഞ്ഞത്? അത് വേറെ ഗ്രൂപ്പ്. ഓക്കെ, അവർ ലെറ്ററും തന്നിട്ടുണ്ട്, മണ്ണാമൂല. മനസ്സിലായി. ആ സ്കൂൾ മൊത്തത്തോടെ അങ്ങ് അവിടെ ബ്രിട്ടീഷുകാരുടെ കാലത്തെ ബിൽഡിങ്ങുകൾ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. അപ്പൊ ടീച്ചർ കുട്ടികളെയും ടീച്ചേഴ്സിനെയും ആയിട്ട് മൊത്തത്തിൽ അങ്ങ് ഏറ്റെടുക്കാം. അത് മൊത്തം ടീച്ചർ തന്നെ ഹാൻഡിൽ ചെയ്ത് പൊക്കോ. ആ ഓഫർ ടീച്ചർ സ്വീകരിച്ചില്ല. ഞങ്ങള് പറഞ്ഞത്, ഞാനും എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞത് എന്താ വെച്ചാൽ ഈ ലെറ്റർ വാങ്ങിച്ചു വെച്ചു. ആ ലെറ്റർ എൻ്റെ കയ്യിലുണ്ട്. ഞങ്ങൾ നാളെ അങ്ങോട്ട് വരാം, ഞങ്ങളൊന്ന് കാണട്ടെ, അവിടുത്തെ ഫെസിലിറ്റി ഒക്കെ കാണട്ടെ. അപ്പൊ അവിടെ ചെന്നപ്പം വലിയ ഒരു കോമ്പൗണ്ടിനകത്ത് 3-4 കെട്ടിടങ്ങളിലെ ഒരു കെട്ടിടത്തിന്റെ ഒരു കോർണർ അവർക്ക് യൂസ് ചെയ്യാനുള്ള ഇപ്പോഴത്തെ വർക്കിംഗ് കണ്ടീഷൻ. ടീച്ചർ പിറ്റേ ദിവസം ആ സ്കൂളിലേക്ക് ടീച്ചറും ഹസ്ബൻഡും കൂടെ പോയി. എന്നിട്ട് എന്ത് സംഭവിച്ചു? അവിടെ ചെന്ന് ഇതൊക്കെ കണ്ടു. അപ്പം നമുക്ക് മനസ്സിലായി നമ്മുടെ കുട്ടികളെ അവിടെ കൊണ്ടിരുത്തുക, അവരുടെ രജിസ്റ്ററിലേക്ക് ആക്കണമല്ലോ കുട്ടികളെ എല്ലാം. അവർക്ക് എന്തോ എണ്ണം തയ്ക്കേണ്ട ആവശ്യം ഉണ്ടാവാം. കുട്ടികളില്ല അവിടെ, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പം അതിലേക്ക് ആക്കാം. അവിടെ ഓൾറെഡി ടീച്ചേഴ്സ് ഉണ്ട്, ആവശ്യത്തിനുള്ള ടീച്ചേഴ്സ് ഉണ്ട്. ഇവിടുത്തെ ടീച്ചർമാരെ എടുക്കേണ്ട ലെഡ്ജറിലെ കുട്ടികളുടെ പേരും ചേർത്ത് ഇതെല്ലാം ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഔട്ടാക്കാം, അവർക്ക് കാര്യങ്ങൾ മുൻപോട്ടേക്ക് കൊണ്ടുപോകാം. മനസ്സിലായി. അതായിരുന്നു അവരുടെ ഉദ്ദേശം. അപ്പൊ ഇതെല്ലാവർക്കും താല്പര്യങ്ങളായിരുന്നു. പിന്നെ ഇടയ്ക്കൊന്ന് പറയട്ടെ, ഈ 16-ാം തീയതി സ്കൂള് തുറന്നു, രണ്ടാമതൊരു പ്രവേശനോത്സവമൊക്കെ വെച്ച് റീഓപ്പൺ ചെയ്ത് ഗംഭീരമായിട്ട് എല്ലാ രക്ഷിതാക്കളും സഹകരിച്ചു. എല്ലാവരും വന്നു. ഈ ബാധിക്കപ്പെട്ട കുട്ടികളും വേറെ 2 കുട്ടികളും വേറെ സ്കൂളിൽ പോയി. കാരണം ഈ ബഹളവും കാര്യങ്ങളും ഒന്നും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ബാക്കി എല്ലാവരും അതിന്റെ വീഡിയോസ് എല്ലാം ഉണ്ട്. അവരെല്ലാവരും വന്നു. കുട്ടികളുടെ അന്നത്തെ സന്തോഷം നമ്മൾ പോലീസുകാരുൾപ്പെടെ അന്ന് കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്നു. കാരണം പുറത്ത് വേറെ ആൾക്കാരും ഉണ്ടല്ലോ. അങ്ങനെ ക്രൂരമായിട്ട് ഒരു കുട്ടിയെ, നമ്മുടെ കൂടെ പഠിക്കുന്ന ഒരു കൂട്ടുകാരനെ അല്ലെങ്കിൽ കൂട്ടുകാരി അങ്ങനെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ഒരു ടീച്ചർ ഉണ്ടെങ്കിൽ, അവർക്ക് ഒത്താശ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പൽ ഉണ്ടെങ്കിൽ സ്വാഭാവികമായി. അത് മാത്രമല്ല, ഇപ്പൊ നമ്മുടെ സ്കൂള് ഇതിപ്പോ 16-ാം തീയതി തുറന്നു,
16-ാം തീയതി സ്കൂൾ തുറക്കുമ്പം തന്നെ ജ്വാല എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു സംഘടനയുടെ നേതാവ് അശ്വതി ജ്വാല വന്ന് സ്കൂളിന്റെ ഫ്രണ്ടിൽ സമരം തുടങ്ങി. റീഓപ്പൺ ചെയ്തപ്പോൾ എന്തായിരുന്നു അവരുടെ പ്രശ്നം? അന്ന് സമരം തുടങ്ങി, സ്കൂള് പൂട്ടണം, വേറെ എന്തോ സ്വാധീനത്തിലൂടെയൊക്കെയാണ് ഇവർ സ്കൂൾ തുറക്കണത്, അതുകൊണ്ട് അത് ഭയങ്കര സമരമായിരുന്നു, ഭയങ്കര സമരം. 4-ാമത്തെ ദിവസം വീണ്ടും കുട്ടിയുടെ അമ്മയെ കൊണ്ട് വീണ്ടും ഹൈക്കോടതിന് അർജി കൊടുപ്പിച്ച് 20-ാം തീയതി സ്കൂൾ പൂട്ടി. 16-ാം തീയതി തുറന്നു, 20-ാം തീയതി അടപ്പിച്ചു. ലെറ്റർ വന്നു. അതാണ് ഞാൻ പറഞ്ഞു വരാം. അതിനുശേഷം ഈ കുട്ടികളെയെല്ലാം, ഇത്രയും കുട്ടികളെയും, ഈ 150-അടുത്തുള്ള കുട്ടികളെയും ആ പാതിരിപ്പള്ളിയിലെ ഓരോ വീടിന്റെ ഫ്രണ്ട് റൂം വേക്കൻ്റ് ആക്കി തന്നു ആൾക്കാർ. അതായത് ഒരു കോളനി പോലെ കുറേ വീടുകൾ, ഫ്രണ്ട് റൂമിലെ ഫർണിച്ചറെല്ലാം മാറ്റി കുട്ടികളെ അവിടെ ഇരുത്തി പിന്നീട് 7 മാസം പഠിപ്പിച്ചു. ആര് പഠിപ്പിച്ചു? ഈ നമ്മുടെ ടീച്ചേഴ്സ് തന്നെ പഠിപ്പിച്ചു. അങ്ങോട്ട് പോയി ഈ വീട്ടിൽ LKG, ആ വീട്ടിൽ UKG, അടുത്ത വീട്ടിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, ഇങ്ങനെ ഈ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികളെയും ആ ഏരിയയിലുള്ള വീടുകളിൽ ഇരുത്തി ഈ ടീച്ചേഴ്സ് മാറി മാറി പോയി, ഓരോ ദിവസം മാറി ഓരോ വീടുകളിൽ ടീച്ചേഴ്സ് പോയി നിന്ന് പഠിപ്പിച്ച് 7 മാസം പഠിപ്പിച്ചു. അതായത് ഈ സെപ്റ്റംബർ കഴിഞ്ഞ് അടുത്ത മെയ് സ്കൂള് തുറക്കാൻ ഒരാഴ്ച ഉള്ളപ്പോഴും ഈ കുട്ടികൾ ഇങ്ങനെ ഇരുന്ന് പഠിക്കുക. അപ്പോഴും ഞാൻ പോയിട്ട്, ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ പോയി ബിജു പ്രഭാകർ സാറിനെ കണ്ടു. സാറായിരുന്നു അന്നത്തെ കളക്ടർ. കണ്ടിട്ട് ഞാൻ പറഞ്ഞു, സാറേ കുട്ടികളൊന്നും പോകുന്നില്ല, ഒരു സ്കൂളിലും പോയിട്ടില്ല. അതുകൊണ്ട് സാറ് അവരെ വിളിച്ചു കൂട്ടി. ഇതിനു മുൻപ് പല പ്രാവശ്യം എനിക്ക് തോന്നുന്നു ബിജു പ്രഭാകർ പുള്ളിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലായി. നെക്സ്റ്റ് ഒക്കെ സാറിന് മനസ്സിലായിട്ടുണ്ട്. സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ ഫർദർ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ വിളിച്ച് അറിയിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഈ അശ്വതി ജ്വാല എന്തായിരുന്നു പെട്ടെന്ന് അവർ ആദ്യ ഘട്ടത്തിലൊന്നും സ്കൂൾ പൂട്ടിക്കാനോ അല്ലെങ്കിൽ പ്രക്ഷോഭത്തിനോ ഒന്നും കണ്ടില്ല. ഈ രണ്ടാമത് റീഓപ്പൺ ചെയ്യുമ്പോൾ അവർ വീണ്ടും വന്നു. അതിന്റെ കാരണം അന്വേഷിച്ചായിരുന്നു. അതിന്റെ കാരണം അന്വേഷിച്ചു എന്ന് മാത്രമല്ല, ഏതാണ്ട് ഒരു വർഷം ഒന്ന് പറഞ്ഞു നിർത്തിക്കോട്ടെ. സാറ് ഓരോ പേരൻറ്റിനെയും കുട്ടിയെയും ഓഫീസിൽ വിളിപ്പിച്ച് സാറ് അവർക്ക് ഇഷ്ടപ്പെട്ട സ്കൂളുകളിൽ പോകാനുള്ള ബിജു പ്രഭാകർ സാറ് സൈൻ ചെയ്ത് കൊടുത്തു. അങ്ങനെ എല്ലാ കുട്ടികളും അടുത്ത ജൂൺ ആയപ്പോഴത്തേക്കും ഓരോ സ്കൂളുകളിലേക്ക് അവർ മാറ്റി പോയി. അങ്ങനെ പോയി. പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ എന്നെ TV-യിലിരുന്ന് പരസ്യമായിട്ട് അവഹേളിച്ച കുറേ വലിയ വ്യക്തിത്വങ്ങളുണ്ടായിരുന്നു ഇവിടുത്തെ. കുറേ ലേഡീസ് ആയിട്ടുള്ള ആൾക്കാർ അതിനകത്ത് ഉൾപ്പെടുന്നതാണ്. ഒന്നാമത് നമ്മുടെ സുഗതകുമാരി ടീച്ചറായിരുന്നു. ടീച്ചറിനെ ഞാൻ നേരിട്ട് കണ്ടില്ല, ഫോണിൽ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു. അപ്പോഴത്തേക്ക് ടീച്ചർ സത്യാവസ്ഥ അറിഞ്ഞു കഴിഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സോറി ഉണ്ട്, എനിക്ക് അങ്ങനെ അന്ന് ഞാൻ അങ്ങനെ അറിഞ്ഞങ്ങ് പറഞ്ഞതാണ്. എന്നോട് പറഞ്ഞു, ഞാനിപ്പോൾ ഒരു ഓപ്പറേഷന് പോകാൻ നിൽക്കുക. ഞാൻ പറഞ്ഞു, ഞാൻ ടീച്ചറിനെ ഒന്നിനും തടസ്സപ്പെടുത്താൻ ഞാൻ വരുന്നില്ല, പക്ഷേ എന്തെങ്കിലും ഒരു കാലത്ത്, പക്ഷെ ഇപ്പൊ ഇല്ല. ടീച്ചറിനോട് വിവാദമായ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എപ്പോഴും ടീച്ചർ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് പറയും. കുടംകുളം സമരത്തിന്റെ സമയത്ത് ഞാനൊരു ചോദ്യം ചോദിച്ചു. അന്നും ടീച്ചർ ഇതേപോലെ ഒരു ആരോഗ്യ പ്രശ്നം പറഞ്ഞിരുന്നു. സാന്ദർഭികമായി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, മാറ്റി നിർത്തുക. പിന്നെ മാലാ പാർവതി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ സ്കൂള് ഞാൻ പണ്ടും കണ്ടിട്ടുണ്ട്, വട്ടിയൂർക്കാവിലാണ് ഈ സ്കൂള്. പുള്ളി അങ്ങനെയാണ് ചാനലിൽ കൂടെ പറഞ്ഞത്. ജവഹർ സ്കൂളുണ്ട്, രാമേന്ദ്രൻ സാറിന്റെ സ്കൂള്. അപ്പൊ ദേവി അജിത്തിന്റെ അച്ഛൻ നടത്തിയിരുന്ന സ്കൂൾ അല്ലേ? മനസ്സിലായി. അപ്പൊ വട്ടിയൂർക്കാവിലാണ് ഈ സ്കൂള്. ഞാൻ കണ്ടിട്ടുണ്ട് അതിന്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ പിള്ളേര് വായും പൊത്തി ഇരിക്കുന്നത്. അങ്ങനെ കണ്ടിട്ടുണ്ട്. അങ്ങനായിരുന്നു പുള്ളിക്കാരിയുടെ ചാനലില് പറഞ്ഞത്. അങ്ങനെ ഞാനൊരു ദിവസം ഹൈക്കോർട്ടിലോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ചെങ്ങന്നൂർ എത്താറായപ്പോൾ ഞാൻ ഈ പുള്ളിക്കാരിയെ ഫോണിൽ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, എന്നാ എൻ്റെ സ്കൂള് നിങ്ങൾ വട്ടിയൂർക്കാവിൽ കൊണ്ടുവച്ചു? അന്നേരം പുള്ളിക്കാരിക്ക് മനസ്സിലായി ഇത് പറഞ്ഞ അബദ്ധമാണെന്ന് പറഞ്ഞു. പിന്നെ ഏതാണ്ട് ആലപ്പുഴ വരെ ഞാനുമായിട്ട് സംസാരിച്ച് ഞാൻ ഈ കാര്യങ്ങളും ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അയ്യോ ടീച്ചറെ ഇങ്ങനെയൊക്കെയാണ് കഥ എന്ന് നമുക്കറിയില്ലായിരുന്നു, നമ്മൾ വിചാരിച്ചത് നടന്ന. ഞാൻ പറഞ്ഞു, ഒരു കാര്യം നടക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 20 മിനിറ്റ് യാത്ര പോലും ഇല്ല എൻ്റെ വീട്ടിലെത്താൻ. നിങ്ങൾക്കൊന്ന് അന്വേഷിച്ചിട്ട് കയറിയിരുന്ന് പറയാമായിരുന്നല്ലോ. ഇവരൊക്കെ അങ്ങ് സാമൂഹ്യ നിരീക്ഷകർ എന്നുള്ള സ്വയം കുപ്പായം അണിഞ്ഞങ്ങ് ഒരാളും കൂടി ഉണ്ടായിരുന്നു, ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റ്, വിദ്യാനികേതൻ സ്കൂള് പേയാട് പ്രിൻസിപ്പള്. പുള്ളിക്കാരി പറഞ്ഞത് ഞാനൊരു മാനസിക രോഗിയാണ് ചാനലിൽ പറഞ്ഞു. അപ്പൊ ഞാൻ പല പ്രാവശ്യം ആലോചിച്ചു, ഇവരെ ഞാൻ വീട്ടിൽ പോയി മീറ്റ് ചെയ്താൽ ഇവർ പറയുന്നേ അവർ വന്ന് എൻ്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കി എന്ന് പറയും. അതല്ല, ഞാൻ
പിന്നെ സ്കൂളിൽ പോയി കണ്ട സ്കൂളിൽ വന്ന് ഇഷ്യൂ ഉണ്ടാക്കിയെന്ന് പറയാം. അതുകൊണ്ട് ഏത് വിധത്തിൽ ഇവരെ ഒന്ന് കാണാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നപ്പോഴാണ് ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ മാതൃഭൂമിയുടെ പേപ്പറിനകത്ത് ഇവരുടെ സ്കൂളിൻ്റെ ഒരു ആഡ് വന്നു, ടീച്ചേഴ്സിനെ വേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ അപ്ലൈ ചെയ്തു. സൂക്ഷം പോലെ ഇവരെന്നെ വിളിച്ചെന്ന് മാത്രമല്ല, ആ ഡേ വന്നപ്പം എനിക്കൊരു 6 കോളെങ്കിലും വന്നു. കാരണം ഇത് 10 മണിക്ക് തുടങ്ങുന്ന ഇൻ്റർവ്യൂ, 11 മണിക്കും 11:30ക്കും 12-നും ഞാൻ അവിടെ എത്തിയിട്ടില്ല. അപ്പം ഇങ്ങനെ കോളുകൾ വന്നുകൊണ്ടേയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തീർച്ചയായിട്ടും വരും. വൈകി പോയതാണ് ടീച്ചർ? വൈകി പോയതാ, മനഃപൂർവ്വം വൈകി പോയതാ. കാരണം എനിക്കെന്തിനാ ഞാനൊരു ഒരു പ്രിൻസിപ്പൾ അല്ലായിരുന്നു. ഒരിടത്തൊരു ഇന്റർവ്യൂവിന് ആൾക്കാർ ജോലിക്കെന്ന് പറഞ്ഞ് അന്വേഷിച്ച് വരുമ്പോൾ ഞാൻ അവിടെ ചെന്നത് അവരുടെ ഇന്റർവ്യൂ ടൈം ഞാൻ വേസ്റ്റ് ആക്കണത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ടീച്ചറുടെ ഉദ്ദേശം ബാക്കി ഇന്റർവ്യൂക്കാരൊക്കെ കഴിഞ്ഞ് പോട്ടെ, എന്നിട്ട് ഒറ്റയ്ക്ക് കിട്ടണം. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. ഏതാണ്ട് ഒരു 1 മണി 12:45 കഴിഞ്ഞു. 12:50 ഞങ്ങൾ അവിടെ ചെന്നു. ഹസ്ബൻഡും ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്നപ്പം എൻ്റെ സ്കൂളിൽ നിന്ന് മുൻപ് പഠിപ്പിച്ചിട്ട് പോയ ഒരു ടീച്ചർ അവിടെ ഇരിക്കുന്നു, ലാസ്റ്റ് കാൻഡിഡേറ്റ് ആയി. അപ്പോൾ അവർ കണ്ടപ്പോഴേ ഓടി എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ പോയി ഇരിക്കുക, എന്നെ കണ്ട ഭാവമേ നടിക്കണ്ട, നിങ്ങളാരും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് എന്നോട് എന്തെങ്കിലും പറയണമെങ്കിൽ ഫോൺ ചെയ്ത് എന്നോട് ഇപ്പോൾ സംസാരിച്ചാൽ മതി. അങ്ങനെ എല്ലാ കാൻഡിഡേറ്റ്സും പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കയറി ചെന്നു. ഞാൻ കൊണ്ടുപോയത് ഹൈക്കോടതിയിൽ നിന്ന് എനിക്ക് കിട്ടിയ ജഡ്ജ്മെന്റിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ദിസ് ഈസ് എ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി. പട്ടിക്കൂട് എന്ന് പറയുന്ന ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ്. അതിൻ്റെ വ്യക്തമായിട്ടുണ്ട്. അതെല്ലാം അണ്ടർലൈൻ ചെയ്ത് റെഡ് മാർക്കിട്ട് ഇത് മറ്റേ റിസൾട്ട് ഉണ്ടല്ലോ ഫോറൻസിക്കിൻ്റെ, ആ റിസൾട്ടും ഒക്കെ ആയിട്ട് അതെല്ലാം ഒരു ഫയലിൽ വെച്ചാണ് ഞാൻ പോയത്. ഇവർ വിളിച്ചു. ഞാൻ കയറി ഒരു 7 പേരോളം ഉണ്ടായിരുന്നു, ബോർഡ് മെമ്പേഴ്സ്, ഇവിടുത്തെ കോളേജുകളിലെ പ്രൊഫസേഴ്സൊക്കെ ആയിട്ട്. മനസ്സിലായി. ഞാൻ അവിടെ കയറി ചെന്നപ്പോൾ എന്നോട് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ഇരുന്നില്ല. ഇരിക്കാതെ തന്നെ ഞാൻ ഈ ഫയൽ പുള്ളിക്കാരുടെ മുമ്പിൽ വെച്ചു കൊടുത്തു. അന്നേരം ഇങ്ങനെ ഒന്ന് ആദ്യം എടുത്ത് തുറന്നു നോക്കണ പേജ് എന്ന് പറയുന്നത് കെനൽ ദാറ്റ് ഇസ് എ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി എന്നുള്ളതാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരൊന്ന് വായിച്ചു, എന്നെ ഒന്ന് നോക്കി, വീണ്ടും വായിച്ചു, എന്നെ നോക്കി. അപ്പം ഞാൻ ചോദിച്ചു, മാഡത്തിൻ്റെ സ്കൂളിൽ മാനസിക രോഗികളെ എടുക്കുന്നുണ്ടോ പഠിപ്പിക്കാൻ എന്ന് ഞാൻ ചോദിച്ചപ്പം ഇവരെല്ലാം ഞെട്ടിത്തിരിഞ്ഞ്, ഇരുന്ന മെമ്പേഴ്സ് എല്ലാം ഞെട്ടിത്തിരിഞ്ഞ് എന്നെ ഒന്ന് നോക്കിയപ്പോൾ എന്നെ കണ്ടപ്പോൾ മനസ്സിലായത്. അപ്പം ഞാൻ പറഞ്ഞു, മാഡം എന്നെക്കുറിച്ച് ചാനലിൽ കയറിയിരുന്ന് ഞാൻ മാനസിക രോഗിയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ മാഡം എന്നെ ജോലിക്ക് വിളിച്ചു. അപ്പം നിങ്ങളുടെ അവിടെ മാനസിക രോഗികളെയാണോ ജോലിക്ക് എടുക്കണേ? അതായത് താങ്കൾ ശരിക്കും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ വിളിച്ചത്? അറിയില്ല എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. 1.5 വർഷം കഴിഞ്ഞില്ലേ, ഇവരെല്ലാം എന്നെ മറന്നു. അപ്പം ഈ കൂടെ ഇരുന്ന ബോർഡ് മെമ്പേഴ്സ് ഉണ്ടായിരുന്നവർ പറഞ്ഞു, എന്തായാലും കൊള്ളാം, ഈ സമൂഹം ടീച്ചറിനോട് ചെയ്തത് നന്നായില്ല എന്ന് എന്നെ സപ്പോർട്ട് ചെയ്തു അവര്. അപ്പം അതോടുകൂടി പിന്നെ ഇവര് ഞാനിവിടെ ഇന്റർവ്യൂവിനാണ് വിളിച്ചത്. ഞാൻ പറഞ്ഞു, ഞാനും ഇന്റർവ്യൂവിനാണ് വന്നത്, എന്നെ വിളിച്ചോണ്ടാണ് വന്നത്, പക്ഷെ എനിക്ക് ഇവിടെ ജോലി വേണമെന്നുള്ളതല്ല എൻ്റെ മോട്ടോ. എനിക്ക് നിങ്ങൾ എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ പറഞ്ഞു ചാനലിലൂടെ? എന്താ മറുപടി പറഞ്ഞ അവര്? അങ്ങനെ പറഞ്ഞ്, ഞാനിത് ഇവിടെ ഇന്റർവ്യൂവിൻ്റെ ടൈമാണ്, സ്കൂളാണ്. ഞാൻ പറഞ്ഞു, ഞാനതൊന്നും ഡിസ്റ്റർബ് ചെയ്തില്ലല്ലോ, നിങ്ങളുടെ എല്ലാ കാൻഡിഡേറ്റ്സും പോയിട്ടല്ലേ ഞാൻ വന്നേ. പക്ഷെ ഇനി മേലാലെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ചാനലിൽ കയറി ഇരുന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് അതിൻ്റെ ആ വ്യക്തിയെ ഒന്ന് പോയി കാണുകയോ സംസാരിക്കുകയോ ചെയ്ത്, അല്ലെ എൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കും. അറിയാത്ത കാര്യത്തെക്കുറിച്ച് വാതുറക്കാതിരിക്കുക. പിന്നെ ഈ അശ്വതി ജ്വാല ഈ 1.5 വർഷം കഴിയുമ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ, ഹസ്ബൻഡിനെ കൊണ്ട് ഞാൻ ഫോൺ ചെയ്ത് വിളിപ്പിച്ചു, ചാരിറ്റിക്ക് കുറച്ച് ഫണ്ട് തരാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഹസ്ബൻഡ് വിളിച്ചു, ഞാനും പോയി അവിടെ ചെന്നിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ മിണ്ടാതിരിക്കും, നിങ്ങൾ തമ്മിൽ സംസാരിക്കണം. അങ്ങനെ ഏതാണ്ട് ഒരു 1/2 മണിക്കൂറോളം ചാരിറ്റിയെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കണേ ഇല്ല. അതാണ് അതിനകത്ത് നമ്മുടെ മുഖം പോലും ഇവർ ഇത്രയും ദ്രോഹം നമ്മളോട് ചെയ്തിട്ട് മനസ്സിൽ തട്ടിയാണ് ഇവർ ഇങ്ങനെ ഒരു കൊച്ചിന് ഞാൻ പിടിച്ച് കൂട്ടിലിട്ടെന്നുള്ളതാണെങ്കിൽ അവർ ജീവിതത്തിൽ എന്നെ മറക്കില്ല. പക്ഷെ അവർ ഓർക്കണ പോലും ഇല്ല. അപ്പം ഞാൻ കുറേ സമയം അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ അങ്ങോട്ട് കയറി ചോദിച്ചു. ഇവരുടെ ചർച്ച വേറെ വഴിക്ക് പോയി, ചാരിറ്റിയെക്കുറിച്ച് ഇങ്ങനെയും പോയപ്പോൾ ഞാൻ ചോദിച്ചു, അശ്വതി, ഇവിടെ ഒരു ടീച്ചറിൻ്റെ ഒരു പ്രശ്നത്തിൽ അശ്വതിയെ ഞാൻ ചാനലിലൊക്കെ കണ്ടല്ലോ, എന്തായിരുന്നു ആ പ്രശ്നം? അപ്പോൾ എന്നോട് പറയുക, മാഡം അതൊരു ഭയങ്കര ഒരു ടീച്ചർ, അവര് കുട്ടികളെ അങ്ങനെ ചെയ്തു, കുട്ടികളെ എങ്ങനെ ചെയ്തു, അവര് എന്നോട് പറയുമോ, അത് പിന്നെ കൂട്ടിലിട്ടു, ഭയങ്കരമായിരുന്നു, ഞാനും പോയി സമരം ചെയ്തു എന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പം ഞാൻ പറഞ്ഞു, ആ ടീച്ചറിനെ എനിക്ക് നല്ല അറിയാൻ പറ്റുന്ന ഒരു ടീച്ചറാണ്, അവരെന്തായാലും അത് ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങൾ പറയണ പോലെ അവരുടെ വീടിന്റെ ഫ്രണ്ട് റൂമിലൊന്നും ഇരുത്തിയല്ല പറഞ്ഞു. അവർക്കൊരു സ്കൂളുണ്ട് അതിന്റെ ബാക്കിൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല മാഡം, അവർക്ക് സ്കൂളൊന്നും ഇല്ല, അവർ വീട്ടിന്റെ ഫ്രണ്ടിലത്തെ റൂമിൽ ഇരുത്തിയാണ് കുട്ടികളെ പഠിപ്പിച്ചത്.
ഇങ്ങനെയുള്ള സംസാരമായി. ഇത് ശരിക്കും പ്രേക്ഷകരോട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതായത് ചാനൽ കയറി നിന്നിട്ട് ആധികാരികമായിട്ട് ഞാൻ കണ്ടു, എനിക്ക് ഞാൻ സാക്ഷ്യം വഹിച്ച കാര്യമാണ്, ആനയാണ്, ചേനയാണ്, ഒലക്കയുടെ മൂടാണെന്ന് പറഞ്ഞ് തള്ളുന്നവരുടെ റിയൽ സ്വഭാവമാണ് ഈ പറയുന്നത്. പറയൂ ടീച്ചർ. അപ്പോഴും ഞാൻ ചോദിച്ചു, അത്രയും സംസാരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ചു, കൊച്ചേ നീ എൻ്റെ മുഖത്തോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കും, ആരാ നിന്റെ മുമ്പ് വന്നിരിക്കുന്നത്. അപ്പം പെട്ടെന്ന് പിടികിട്ടി. ആ ചോദ്യത്തോടുകൂടി എന്നെ മനസ്സിലാക്കി, അയ്യോ മാഡമാണോ ഇവിടെ വന്നിരിക്കണേ. അപ്പോൾ ടോൺ മാറി. മാഡമാണ് ഇവിടെ വന്നിരിക്കുന്നത്, മാഡം ഇവിടെ വന്നല്ലോ, ഒപ്പം എനിക്ക് മനസ്സിലാവണോ അത് കള്ളമാണ്. ഞാൻ ചോദിച്ചപ്പോൾ ഇതുവരെയും നിനക്ക് മനസ്സിലായില്ലേ ഇത് കള്ളമായിരുന്നു എന്നുള്ളത്. ഞാൻ ചോദിച്ചു, നീ എവിടെ നിന്നൊക്കെ എത്ര രൂപ കൈപ്പറ്റി? ഞാൻ ചോദിച്ചു, എന്നോടൊന്ന് പറ, എത്ര രൂപ കൈപ്പറ്റിയിട്ടുണ്ട് എവിടെ നിന്നെല്ലാം ഇതിന് വേണ്ടിയിട്ട്? അയ്യോ മാഡം ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. ഞാൻ പറഞ്ഞു, അശ്വതി നിൻ്റെ എല്ലാ ചരിത്രങ്ങളും, ജീവിത ചരിത്രം മൊത്തം പഠിച്ചിട്ടാണ് ഞാൻ നിൻ്റെ മുമ്പ് വന്നിരിക്കുന്നത്. ഞാൻ വെറുതെ ഇവിടെ വന്നിരുന്നതല്ല. എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. എങ്ങനെയാണ്, എന്താണ് ആ പാവങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്നതും കാര്യങ്ങളും എല്ലാ കഥകളും എനിക്കറിയാം. എന്താ പറഞ്ഞെന്ന് വെച്ചാ, ടീച്ചറെ എപ്പോ വേണമെങ്കിൽ പറഞ്ഞോ, എവിടെ വേണമെങ്കിൽ വിളിച്ചോ, ഞാൻ വന്ന് പറയാം. ഈ കണ്ട ടീച്ചറുടെ കാര്യം മാറ്റി വെക്കുക, ഈ കുട്ടികളുടെ പഠിത്തം പെരുവഴി ആധാരമാക്കിയതിനു ശേഷം പിന്നെ ഇനി എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? അല്ല, ഞാൻ ചോദിച്ചു എന്ത് ഇനിയിപ്പോ എന്തും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാരും കൂടെ ചേർന്ന് അതങ്ങ് ഭംഗിയായിട്ട് പൂട്ടിച്ചു. ശരി. അപ്പൊ ടീച്ചറിന്റെ ജീവിതത്തിൽ ചില വ്യക്തികൾ ചേർന്ന്, അല്ലെങ്കിൽ ചില സംഘടനകളോ പ്രസ്ഥാനങ്ങളോ വാട്ടർ ഇറ്റ് മേ ബി, അവരൊക്കെ കൂടെ ചേർന്ന് ഒരു തിരക്കഥങ്ങ് നടപ്പാക്കിയപ്പോൾ ടീച്ചറിന്റെ ജീവിതം മാറിക്കിട്ടി. ടീച്ചർ കേരളം അന്വേഷിക്കുന്ന ദ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലായി കുറച്ച് ദിവസത്തേക്കെങ്കിലും ചിത്രീകരിക്കപ്പെട്ടു. കുറേ നാളുകൾക്ക് ശേഷം ഒരു ഫോറൻസിക് റിപ്പോർട്ടിന്റെ രൂപത്തിലെങ്കിലും, അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, പക്ഷേ ഒരു ഫോറൻസിക് റിപ്പോർട്ടിന്റെ രൂപത്തിൽ ടീച്ചറുടെ നിരപരാധിത്വം തെളിയിക്കപ്പെടുന്നു. പക്ഷെ ഒരൊറ്റ മനുഷ്യൻ പോലും ഒരു വരി എഴുതുന്നില്ല. ഞാൻ നമ്മുടെ പിണറായി സർക്കാർ കയറിയ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് 90 പേജുള്ള ഒരു ഫയൽ കൊണ്ടുവന്ന് സാറിന്റെ ടേബിളിൽ വെച്ചു. മുഖ്യമന്ത്രിക്ക് നേരിട്ട് വെച്ചു. എന്താ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച കംപ്ലീറ്റ് കാര്യങ്ങളും റീഓപ്പൺ ചെയ്തതും എല്ലാം പിക്ചേഴ്സ് സഹിതം, പേപ്പറിൽ വന്ന ന്യൂസുകൾ സഹിതം എല്ലാ റിപ്പോർട്ടുകളും കൊണ്ടുവച്ചു. ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഫയൽ കാണാനില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കാണാനില്ല. ഒരു മാസം കഴിഞ്ഞ് വീണ്ടും ഒരാളെ പറഞ്ഞു വിട്ടു. ഉണ്ട്, ടോക്കൺ ഉണ്ട് എനിക്ക്. മൊബൈല് വന്നപ്പോൾ അത് പിന്നീടാ, ആദ്യം കാണാനുണ്ടായിരുന്നില്ല. പിന്നെ ഒരു മാസം കഴിഞ്ഞ് ഒരാളിനെ വിട്ടപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് പറഞ്ഞ എന്താന്ന് വെച്ചാൽ, ഇതുവരെ അനുഭവിച്ചൊന്നും പോരെങ്കിലും അവരോട് അടങ്ങിയിരിക്കാൻ പറയില്ലേ, കൂടുതൽ അനുഭവിക്കേണ്ടി വരും. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു സ്റ്റാഫ് പറഞ്ഞത്. അത് ആ പുള്ളി വന്ന് നമ്മളെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത്രയും നാൾ നമുക്കൊരു എന്തൊക്കെയോ ഡ്രാമ നടത്തുന്നു പോകുന്നെന്നുള്ളത് കവിഞ്ഞൊരു സംഭവം നമുക്ക് വന്നില്ല. അന്ന് രാത്രി 1 മണി തൊട്ട് 3 മണി വരെ ഇരുന്ന് ഞാൻ പിഎമ്മിന് മെയിൽ അയച്ചു. മെയിൽ അയച്ചതിൻ്റെ 3-ാമത്തെ ദിവസം എനിക്ക് CMന്റെ ഓഫീസിൽ നിന്ന് ടോക്കണും തന്നു, ഡൽഹിയിൽ നിന്ന് അവരും തന്നു ഒരു ടോക്കൺ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു പരാതി കൊടുത്തു, അത് കാണാനില്ല. അന്വേഷിച്ച് പോയപ്പോൾ മര്യാദയ്ക്ക് വീട്ടിൽ ഇരുന്നോളണം, കിട്ടിയതൊന്നും പോരെ, ഇതായിരുന്നു മറുപടി. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രധാനമന്ത്രിക്ക് ഒരു കത്ത് അയച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കാണാതായ ഫയൽ പൊങ്ങി വന്നു. ഇത് യാഥാർത്ഥ്യമാണ്. തെളിവുണ്ട് ടീച്ചറിന്റെ കയ്യിൽ. എന്നിട്ട് എന്തെങ്കിലും നടപടി ഉണ്ടായോ? അതിനുശേഷം എൻ്റെ വക്കീൽ എന്നോട് ചോദിച്ചു, ടീച്ചർ എന്തിനാ പ്രൈവറ്റ് ആൾക്കാർക്ക് ഇൻവെസ്റ്റിഗേഷൻ കൊടുത്തത്? പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ മീൻസ് എനിക്ക് തോന്നുന്നു എൻ്റെ ആ മെയിലിന്റെ പുറത്ത് എന്തെങ്കിലും നടപടികൾ ഇവിടെ വന്നിട്ടുണ്ടാകും എന്നാണ്. നമ്മളെ അറിയിക്കില്ല. ടീച്ചറുടെ കാശ് കൊടുത്ത് ഏതെങ്കിലും ഡിറ്റക്ടീവ് ഏജൻസി എന്തോ ഒരു അന്വേഷണം വന്നു എന്നാണ്. സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ഉണ്ടായിരിക്കാം. അതാണ് നമ്മുടെ വക്കീലിൽ നിന്ന് എനിക്ക് അറിയാൻ പറ്റിയത്. അങ്ങനെയാണ്. പിന്നെ അതിങ്ങനെ പോകുന്നു. പിന്നെ ഇപ്പൊ 6 വർഷമായിട്ട് അതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള കേസിന്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അത് ആരും പറയുന്നില്ല. ഒന്നും അറിയത്തില്ല. പക്ഷേ ടീച്ചറുടെ കയ്യിൽ തെളിവുള്ളത് ടീച്ചർ നിരപരാധിയാണ് എന്ന് വ്യക്തമാക്കുന്ന ഫോറൻസിക് റിപ്പോർട്ടാണ്. എന്നെ അറിയില്ല, ഈ സ്കൂൾ അറിയില്ല, ഇവർ രഹസ്യമായിട്ട് സ്കൂൾ നടത്തുകയാണെന്നൊക്കെ ആയിരുന്നു അന്നത്തെ ചാനലിലുള്ള പറച്ചില്. ഈ സംഭവം നടക്കുന്നതിന്റെ തലേ മാസം പോലും AEO ഷീല എനിക്ക് തന്ന ലെറ്റർ എൻ്റെ കയ്യിലുണ്ട്, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ ചെല്ലാൻ. ഇതേപോലെ പഴയ പേപ്പർ. പിന്നെ SSA വിഭാഗത്തിൽ ഗ്രേഡ് ഇട്ട് വരുമ്പം 10 ഔട്ട് ഓഫ് 10 ഇട്ട് എൻ്റെ സ്കൂളിന് തന്ന പേപ്പറുകൾ. ഇത്രയേ ഉള്ളൂ നമുക്ക് പറയാനെന്ന് പറയുന്നത്. ഇതാണ് ഇല്ലാത്ത ഒരു സ്റ്റോറി, ഒരു കഥ ഉണ്ടാക്കി മെനഞ്ഞ് ഇത്രയും സംഭവങ്ങൾ ഉണ്ടാക്കി വിദ്യാഭ്യാസ വകുപ്പിനെയും അതേപോലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെയും ഗവൺമെന്റിനെയും ഒരേപോലെ പറ്റിച്ചു. ഒരു കാര്യം കൂടെ പറയാനുള്ള, അന്നും ഇന്നും ഞാൻ ഒരുപോലെ ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്,
നുണ പരിശോധനയ്ക്ക് വിധേയരാക്കുക. ആരെ? സാക്ഷികളെ. സാക്ഷി എന്ന് പറഞ്ഞാൽ കണ്ടവരെ, കണ്ടു എന്ന് പറയുന്ന ആളിനെ, ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന കുട്ടികളുടെ ഗ്രാൻഡ് ഫാദർ ഉണ്ട്. ടീച്ചർ നുണ പരിശോധന ഞാൻ തയ്യാറാണ്, ഞാൻ അന്നും തയ്യാറാണ്, ഇന്നും തയ്യാറാണ്. ഏതെങ്കിലും ഉദ്യോഗസ്ഥരോട് ഇക്കാര്യം പറഞ്ഞിരുന്നോ? പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് കമ്മീഷണറുടെ മുമ്പ് ചെന്നിരുന്നപ്പോൾ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, സാറേ ഞാൻ റെഡിയാണ്. അപ്പം എന്നോട് പറഞ്ഞ കുട്ടികൾ ചെറിയ കുട്ടികളല്ലേ അവരെ, ഞാൻ പറഞ്ഞ കുട്ടികൾ ഇപ്പം കുട്ടികൾ വലുതായല്ലോ, 10 വർഷം കഴിഞ്ഞു, 10 വർഷം കഴിഞ്ഞല്ലോ. അല്ലെങ്കിൽ തന്നെ ഞാൻ കണ്ടു എന്ന് പറയുന്ന ആൾക്കാരെയൊക്കെ നുണ പരിശോധനയ്ക്ക് വിധേയരാക്കാം. മനസ്സിലായി. ടീച്ചറുടെ ജീവിതം തകർത്ത 125ഓളം കുട്ടികളുടെ പഠിത്തം വഴിയാധാരമാക്കിയ ആൾക്കാർ ഇപ്പോഴും മാന്യന്മാരായി എവിടെയൊക്കെയോ നിൽപ്പുണ്ട്. സ്വാഭാവികമായും ടീച്ചറിന്റെ ജീവിതം തകർത്തവരോട് ടീച്ചർക്ക് വിരോധം അല്ലെങ്കിൽ ദേഷ്യം അല്ലെങ്കിൽ അടങ്ങാത്ത അമർഷം തോന്നുന്നത് സ്വാഭാവികം. ഇതിന്റെ ഭാഗമായി ടീച്ചറിനെ ഉപദ്രവിച്ച അല്ലെങ്കിൽ വേദനിപ്പിച്ച ഇല്ലാവചനങ്ങൾ പറഞ്ഞ ആൾക്കാരെ ഓരോരുത്തരെയായി പോയി കണ്ടു, അല്ലെങ്കിൽ ഫോണിലൂടെ ബന്ധപ്പെട്ടു, ഇൻക്ലൂഡിങ് സുഗതകുമാരി ടീച്ചർ. മഞ്ജു വാര്യർ എന്തിനാ കണ്ടേ? മഞ്ജു വാര്യരെ ഞാൻ കണ്ടത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഒരു ഫിലിം ഇറങ്ങി. ഫിലിം ഇറങ്ങുന്നതിന് മുമ്പ്, അത് റിലീസ് ആവുന്നതിന് മുൻപ് എന്നെ അതിനകത്ത് വർക്ക് ചെയ്ത ഒരു വ്യക്തി എന്നെ അറിയിച്ചു. ഈ വിവാദം എന്ന് പറഞ്ഞാൽ തീമേ ഉള്ളൂ, അതിനകത്തൊരു തീമുണ്ട്. പട്ടിക്കൂട്ടിലിട്ടെന്നല്ല, കുട്ടിയെ കൂട്ടിലിട്ടത് ഒരു തീമാണ് അതിനകത്ത്. അതിനെ സംബന്ധിച്ച് അതിന്റെ പേരൻസിന്, അതായത് മെയിൻ കഥയല്ല, കഥയുടെ ഭാഗത്ത് എവിടെയോ പരാമർശിച്ചു പോകുന്നു, കൂട്ടിലിട്ടതായിട്ടുണ്ട്. അപ്പം അതിനെ സംബന്ധിച്ച് അതിൽ തന്നെ വർക്ക് ചെയ്ത, ആ ഫിലിമിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്ത ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു. ആ സിനിമയുടെ പേരെന്തായിരുന്നു? വേട്ട. മഞ്ജു വാര്യർ നായികയായിരുന്നു. ഞാനത് ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഞാൻ ഇങ്ങനെ ഒരു ഇത് മനസ്സിലാക്കുന്നത്. മഞ്ജു വാര്യർ പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥയായിട്ട് ഞാൻ ചിത്രം കണ്ടിരുന്നു, പക്ഷേ കഥ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. എനിക്ക് അങ്ങനെ ആ സമയത്ത് ഇവിടെ ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ കരിക്കുന്നം സിക്സേഴ്സ് എന്ന് പറഞ്ഞ അതിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടി മഞ്ജു വന്ന സമയത്ത് ഞാൻ അറിഞ്ഞു, എന്നെ ഇങ്ങനെ ഒരാൾ അറിയിച്ചു. ഞാൻ അവിടെ പോയി കണ്ടു, സന്തോഷമായിട്ട് സംസാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇതേപോലെ ഇങ്ങനെ ഒരു ഫിലിം മഞ്ജു ചെയ്തല്ലോ, അതിന്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് മഞ്ജുവിന് അറിയോ? അപ്പൊ എന്നോട് പറഞ്ഞു, ടീച്ചറെ ഞങ്ങള് വിളിക്കുന്നു, ഞങ്ങൾ അഭിനയിക്കുന്നു, പോകുന്നു. ഞാൻ പറഞ്ഞു അതെനിക്കറിയാം, പക്ഷെ ഇതിന്റെ പിന്നിൽ ഇങ്ങനൊരു കഥയില്ല, അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം, ഒരു ടീച്ചറിന്റെ ജീവിതം കളഞ്ഞ ഒരു സംഭവം ഇതിന്റെ പിന്നിലുണ്ടെന്ന് മഞ്ജുവിന് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അതിപ്പോ അവര് നമ്മളെ വിളിക്കുന്നു, ഓരോ കാര്യം അറിയാമായിരിക്കാം, പക്ഷെ എന്നോട് അങ്ങനെ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ല. എനിക്ക് മഞ്ജുവിനെ കാണുന്നതിലും ഇമ്പോർട്ടന്റ് എനിക്ക് അതിന്റെ രാജേഷ് പിള്ളയെ ഡയറക്ടറെ കാണണമെന്നായിരുന്നു എന്റെ ഒരാഗ്രഹം. എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു സിനിമ എടുത്തു എന്നുള്ളത് ചിന്തിക്കാൻ വേണ്ടി. പക്ഷെ അത് റിലീസ് ആവട്ടെ, എൻ്റെ പിറ്റേ ദിവസം കാണാനുള്ള ഒരിത് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പുള്ളി അതിന്റെ തലേദിവസം മരിച്ചുപോയി. റിലീസ് ആവുന്നതിന്റെ തലേദിവസം മരിച്ചുപോയി. അപ്പം പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. മഞ്ജു വാര്യർ കണ്ടപ്പോൾ അവര് പറഞ്ഞു, നമുക്ക് ഇതിൽ കഥയിലൊന്നും നമുക്കൊരു പങ്കാളിത്തമില്ല. പക്ഷെ നമ്മൾ അഭിനയിക്കാൻ വിളിക്കുന്നു, നമ്മൾ അഭിനയിക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് വേറെ കാര്യങ്ങൾ അത് നമുക്കും അറിയാം. പക്ഷെ എന്നാലും ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു സത്യാവസ്ഥ അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് മാത്രമായിരുന്നു എന്റെ ഉദ്ദേശം. അത്രേ ഉള്ളൂ. മഞ്ജു വാര്യർ കണ്ടതിന് ശേഷം പിന്നെ അവര് മറ്റൊന്നും പറഞ്ഞില്ല? ഇല്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പോരുകയായിരുന്നു. നിലവിൽ ടീച്ചറുടെ കേസിന്റെ അവസ്ഥ എന്താണ്? ഇപ്പോൾ ഒരു 6 വർഷമായിട്ട് എന്താ സംഭവിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇടയ്ക്ക് 2 വർഷം കോവിഡ് വന്നു, അതിനു മുൻപ് ഡിസ്പോസ്ഡ് എന്ന് പറഞ്ഞ ഒരു പേപ്പർ വന്നു. പിന്നീട് അത് ട്രാൻസ്ഫർ ടു ജില്ലാ കോർട്ട് എന്നുള്ളതാക്കി, സെഷൻസ് കോർട്ട് എന്നുള്ളതാണെന്ന് അറിയുന്നു. എനിക്കറിയില്ല. മനസ്സിലായി. ടീച്ചർ, ഇത് കേട്ടുകേൾവില്ലാത്ത, നമ്മൾ പ്രബുദ്ധ കേരളം, ബൗദ്ധികമായി ഉന്നത നിലവാരം പുലർത്തുന്നു എന്നൊക്കെ പറയുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. ഈ സമൂഹത്തിൽ ഇങ്ങനെ ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും എന്താ പറയുക, ഞെട്ടലോടുകൂടി മാത്രമേ ഇങ്ങനെയൊക്കെ ഇവിടെ നടക്കുമോ എന്ന് ചിന്തിക്കും. സ്വാഭാവികം. ടീച്ചർ എന്ന് പറയുമ്പോൾ മിനിമം 25 വർഷമെങ്കിലും പഠിച്ചെങ്കിലേ ഒരു ടീച്ചർ ആവുള്ളൂ. പിന്നെ ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് ചിന്മയ വിദ്യാലയത്തിലാണ്. തീർച്ചയായിട്ടും നമ്മൾ സ്പിരിച്വലായിട്ടുള്ള ആൾക്കാർക്ക് അവിടെ ചെല്ലുമ്പോൾ അത് കുറച്ച് ഇൻക്രീസ് ആയിട്ട് കിട്ടും, അതില്ലാത്ത ആൾക്കാർക്ക് അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാവും. അതാണ് അവിടുത്തെ രീതി. അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. വേറെ സ്കൂളുകളിലും ഞാൻ വർക്ക് ചെയ്തു. ഇതിന് ശേഷവും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ നെയ്യാറ്റിൻകര ഒരു സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ശേഷം ചെയ്തിട്ടുണ്ട്.
അപ്പം നമ്മൾ ചിന്തിക്കുന്ന ഒരു ടീച്ചർ ആവണമെന്നുണ്ടെങ്കിൽ ഇത്രയും വർഷം വേണം. ഒരു ടീച്ചറും ഒരിക്കലും ചിന്തിക്കാൻ പോലും നമ്മളെ ഒരു ചിന്താ മണ്ഡലത്തിൽ പോലും വരാത്ത ഒരു സംഭവമാണ് ഇങ്ങനെ ഒരു ഇൻസിഡൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മളെ തകർക്കാൻ വരുന്നവർക്ക് ആ ഒറ്റ ദിവസം പോരെ. ഈ സംഭവം കേട്ടതിന് ശേഷം അല്ലെങ്കിൽ ആ സമയത്ത് മാനസികാവസ്ഥയെക്കുറിച്ച് ചോദിക്കുന്നത് പ്രത്യേകിച്ച് ചോദിക്കുന്നതിൽ കാര്യമില്ല, എന്നാലും ചോദിക്കുകയാണ്, എന്തായിരുന്നു ടീച്ചറുടെ ഒരു മനോഭാവം? അത് ആകെ തകർന്നൊരവസ്ഥയാണോ അതോ ഞാനിത് നേരിടും എന്നുള്ള ഒരു വിൽ പവർ ആയിരുന്നോ ടീച്ചറെ നയിച്ചത്? പറയണത് ഞാൻ കുട്ടികളുടെ അടുത്തും ആയാലും ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ടീച്ചർക്ക് ഒരു മകളാണ്, ഒരു മകളെ ഞാൻ പറയണത്, കുട്ടികളോട് നമ്മൾ പഠിപ്പിക്കുമ്പോൾ പറയണത് നമ്മൾ കള്ളം പറയരുത്. പിന്നെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ വരുത്തി കഴിഞ്ഞാൽ, അതായത് ബാഡായിട്ടുള്ള ഹാബിറ്റ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ പേരൻസിനെ വിളിച്ചും നമ്മളെ കൊണ്ട് കറക്റ്റ് ചെയ്യാവുന്ന വിധത്തിലും കറക്റ്റ് ചെയ്യും. ഇത് രണ്ടും നല്ല രീതിയിൽ പോകണമെന്ന് നിർബന്ധമുള്ള ഒരു ടീച്ചറായിരുന്നു ഞാൻ. എൻ്റെ മുമ്പിൽ വന്ന് നിന്ന് വലിയൊരു കള്ളം സമൂഹം മൊത്തത്തിലേ പറഞ്ഞപ്പം തകർന്നുപോയി. പക്ഷെ ആദ്യമൊക്കെ എനിക്കറിയില്ല, ഞാൻ എത്രയോ വർഷം കൊണ്ട് വിളിച്ച ദൈവങ്ങൾ തന്ന അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കത്തുള്ളൂ. അന്നത്തെ ദിവസം എല്ലാവരുടെയും മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റി. അന്ന് ടീച്ചറോടൊപ്പം ടീച്ചറിന്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, ഇന്ന് അദ്ദേഹം ടീച്ചറോടൊപ്പം ഇല്ല. അതോ അതിനുശേഷം പക്ഷേ ഈ പോരാട്ടം അവസാനിച്ചിട്ടുമില്ല. ഇപ്പോൾ എങ്ങനെയാണ് ടീച്ചർ ജീവിതത്തെ അതിജീവിക്കുന്നത്? എങ്ങനെയാണ്? നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോഴാണ് സത്യത്തിൽ നമ്മളുടെ ബന്ധുക്കളാരാ, സ്വന്തക്കാരാരാ, ഫ്രണ്ട്സ് ആരാ, എന്നെ കണ്ട് ഒരു പരിചയവും പോലും ജീവിതത്തിൽ പോലും ഇല്ലാത്ത ഒരു ടീച്ചർ ഞാൻ ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ വാതിലിൽ നിന്നപ്പോൾ ഓടി വന്ന്, അവരല്ല അവരുടെ മോനാണ് ആദ്യം എന്നെ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അയ്യോ ടീച്ചറെ പോലെ ഇവിടെ നിൽക്കണേ, എൻ്റെ അമ്മ തൊഴാൻ പോയേക്കുന്നു, തിരിച്ചു വന്ന് ടീച്ചറിനെ ഒന്ന് കണ്ടിട്ടേ ടീച്ചർ പോകാവേ എന്ന് പറഞ്ഞു. അത് എവിടുന്നോ ഓടി വന്ന ഒരു സ്ത്രീ, ഒരു ടീച്ചർ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച്, ഇപ്പോൾ ടീച്ചർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നല്ലോ. പലരും എന്നോട് അങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. പിന്നെ ഈവൻ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് പോലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല ഇങ്ങനെ, ഇത്രയും എന്ന് പറഞ്ഞാൽ ഓർക്കാപ്പുറത്ത് നമുക്ക് കിട്ടുന്ന ഒരു അടിയാണ്. അതിനെ ഫേസ് ചെയ്ത് നിൽക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. പക്ഷെ ആദ്യമൊക്കെ എല്ലാവരും ഒക്കെ നമ്മളുടെ ഒപ്പമൊക്കെ നിൽക്കുമെന്നുണ്ടെങ്കിലും ഇപ്പം വർഷങ്ങൾ കഴിയുമ്പോഴും സമൂഹത്തിൽ ഒറ്റപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായോ? ഒറ്റപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ പിള്ളേരെല്ലാം എന്നെ കാണാൻ വരാറുണ്ട്, അവരുടെ കല്യാണം എന്ന് വിളിക്കാറുണ്ട്, അവരുടെ കൊച്ചുങ്ങൾക്ക്. ടീച്ചറുടെ സ്കൂൾ പഠിച്ച ഒരു കുട്ടി മെഡിസിൻ ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, റെയിൽവേയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, ഫാർമസിസ്റ്റ് ഉണ്ട്. ഇതൊക്കെയാണ് വരാന്തയിൽ ഇരുന്ന് പഠിച്ച കുട്ടികൾ നേടിയ നേട്ടം. അതവിടെ നിൽക്കട്ടെ. ഇതെല്ലാം കഴിഞ്ഞ് കുടുംബത്തിന്റെ ഒരു പിന്തുണ എത്രത്തോളം ഉണ്ടായിരുന്നു? എൻ്റെ ഹസ്ബൻഡ് ഫുള്ളായിട്ട് സപ്പോർട്ടായിരുന്നു, മരിക്കുന്ന സമയം വരെയും സപ്പോർട്ടാണ്. എൻ്റെ മോള്, എൻ്റെ സണിലോ, അവരുടെ ഫാമിലി, അവൻ്റെ ഫാമിലി, ഇവരെല്ലാം നമ്മളെ അന്നും ഇന്നും ഒരുപോലെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. നെയ്ബേഴ്സായിട്ടുള്ള കുറച്ച് ആൾക്കാർ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ റിലേഷനിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചവരും മാറ്റി നിർത്തപ്പെടുന്നവരും ഈവൻ എൻ്റെ ഓൺ ഫാമിലിയിൽ നിന്ന് തന്നെ എനിക്ക് അനുഭവങ്ങളുണ്ട്. ഈ സ്കൂളുമായി ബന്ധപ്പെട്ടാണോ? സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയുമ്പം നമുക്കറിയാം, നമ്മൾ സമൂഹത്തിലൊരു വിലയും നിലയും ഒക്കെ നിൽക്കുമ്പോൾ നമ്മുടെ കൂടെ ആൾക്കാരുടെ എണ്ണം ഭയങ്കര കൂടുതലായിരിക്കും. അത് വീട്ടിലുള്ളവരായാലും പുറത്തുള്ളവരായാലും. അത് നമുക്കില്ലാതെ വരികയും നമ്മളെ കുറ്റാരോപിതരാക്കുകയും അതിനൊരു ഫൈനൽ ജഡ്ജ്മെൻറ്റ് വരാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഈവൻ നമ്മളെന്താ പേരൻസ് പോലും കൂടെ ഉണ്ടാവില്ല. ടീച്ചറുടെ പോയിന്റ് ക്ലിയർ ആണ്. ഒരു ആശ്വാസ വാക്ക് പോലും പറയാൻ എനിക്കില്ല. എന്തായാലും നല്ലത് സംഭവിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം. നന്ദി.